നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഗൗരവതരമായ കോവിഡ് കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്രയോ കാലമായി കോവിഡ് അതിതീവ്രമാകുന്നതിൻ്റെ അപകടകരമായ വശങ്ങളും വിവരങ്ങളും നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം. ബ്രിട്ടനിൽ നിന്നെത്തിയ 6 പേർക്ക് വ്യാപനശേഷി കൂടുതലുള്ള ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. ബംഗളൂരു നിംഹാൻസിൽ നടത്തിയ പരിശോധനയിൽ 3 പേർക്കും, ഹൈദരാബാദിൽ നടത്തിയ പരിശോധനയിൽ 2 പേർക്കും, പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരാൾക്കുമാണ് ഈ ജനിതക മാറ്റം സംഭവിച്ച പുതിയ വൈറസ് ആ നിലയിൽ സ്ഥിരീകരിച്ചു എന്ന വാർത്തകൾ കൂടുതലായി വന്നിട്ടുള്ളത്. വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ്. പതിവ് രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്തേക്ക് ഈ രംഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കോവിഡിനെ വളരെ കരുതലോടെ നേരിട്ട ഒരു പ്രദേശം, ഒരു നാട് എന്ന നിലയിൽ ലോകത്തിന് തന്നെ മാതൃകയായി നിന്ന കേരളം. ഈ പുതിയ വാർത്തകളും പുതിയ വിവരങ്ങളും വരുമ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ഗവേഷണ വിവരങ്ങളും ഫലങ്ങളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ലോകരാജ്യങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മുൻ അനുഭവത്തിൽ നിന്നാവണം ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഒക്കെ അതിൽ കുറെ കൂടി ജാഗ്രത കാട്ടുന്ന സാഹചര്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ മാതൃകയായി നിന്നിട്ടുള്ള നമ്മുടെ നാട് കേരളം ഈ പുതിയ സാഹചര്യങ്ങളെ എങ്ങനെ കാണണം എന്ന ആളുകളുടെ ഇടയിലേക്ക് അത് സംബന്ധിച്ച് ശരിയായ വിവരങ്ങൾ കൈമാറുക എന്ന ഉദ്ദേശത്തോടെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ഇന്നെടുക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരാണ് നമ്മൾക്കൊപ്പം ഇന്ന് ഇക്കാര്യങ്ങൾ സംസാരിക്കാനായി ചേരുന്നത്. ഒപ്പം ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി പരിപാടികൾക്കും ഒക്കെ ഇടയിലാണ്, പക്ഷേ മിനിസ്റ്റർ ഫോണിൽ വരാം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് ഇതിൻ്റെ പൊതുവായൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഉയരുന്ന ചില ചോദ്യങ്ങൾ, എല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെയാവാം. അതിതീവ്ര കോവിഡ് എത്രമാത്രം അപകടകാരിയാണ്? മരണനിരക്ക് കൂടുതലാണോ? നിലവിലെ വാക്സിൻ പര്യാപ്തമാകുമോ? നിയന്ത്രണ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരുമോ? വളരെ സാധാരണമായാൽ എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായ ചില വിവരങ്ങളാണ് ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന്, ഡോക്ടർമാരിൽ നിന്ന്, ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന്, ഡോക്ടർമാരിൽ നിന്ന് നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ആ ചർച്ചയിലേക്ക് നമ്മൾക്ക് പോകാം. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് അതിലൂടെയാണ് നമ്മൾ പോകുന്നത്, ആ വിഷയത്തിലൂടെയാണ്. ഇനി നമ്മൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് നോക്കാം. ഡോക്ടർ രാമൻകുട്ടി മേനോൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ, സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡോക്ടർ പത്മനാഭ ഷെണായി, വളരെ സൂക്ഷ്മമായി ഈ കോവിഡിൻ്റെ വ്യാപന കാലത്തെ നിരീക്ഷിക്കുന്ന മറ്റൊരു ഡോക്ടർ ആരോഗ്യ പ്രവർത്തകൻ, ഡോക്ടർ അശ്വതി സോമൻ, ആരോഗ്യ പ്രവർത്തക. ഇനി ചർച്ചയിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകളൊന്ന് നോക്കാം. കോൺഗ്രസ് വർഗീയ പാർട്ടികളുമായി സമരസപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി. ദേശീയ നേതൃത്വം എതിർത്തിട്ടും കേരളത്തിലെ കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി. കോൺഗ്രസിന്റെ നേതൃത്വം ആരെന്നു തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആണോ എന്നും മുഖ്യമന്ത്രി. കലൂരിൽ അഭിമന്യു സ്റ്റഡി സെന്റർ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പിസം രൂക്ഷമെന്ന് ഹൈക്കമാൻഡ്. പാർട്ടി തോറ്റാലും ഗ്രൂപ്പ് നന്നായാൽ മതിയെന്നാണ് നേതാക്കളുടെ ആഗ്രഹമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തൽ. കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ചാണ് വസന്ത ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്ന് നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ മകൻ കൈരളി ന്യൂസിനോട്. വസന്ത കരുതൽ തടങ്കലിൽ, കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത് സർക്കാർ. കേരള പര്യടനത്തിലെ നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. നവകേരളം സൃഷ്ടിക്കാനുള്ള ആത്മവിശ്വാസം LDF-നുണ്ടെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം തൃശ്ശൂരിൽ. സംസ്ഥാനത്ത് ഇന്ന് 5887 പേർക്ക് കോവിഡ്, 5029 പേർക്ക് രോഗമുക്തി. ഇന്ത്യയിലും അതിതീവ്ര കോവിഡ്. ബ്രിട്ടനിൽ നിന്നെത്തിയ 6 പേർക്ക് ജനിതക മാറ്റമെന്ന കോവിഡ് ബാധ. രോഗം ബാധിച്ചവരിൽ തമിഴ്നാട് സ്വദേശിയും. കേരളത്തിലും അതീവ ജാഗ്രത.
ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ രാമൻകുട്ടി മേനോൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഡോക്ടർ പത്മനാഭ ഷേണായി, ഡോക്ടർ അശ്വതി സോമൻ. 8 മണിക്ക് ശേഷം ആരോഗ്യമന്ത്രിയെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ മുഹമ്മദ് അഷീൽ, കോവിഡിൻ്റെ ഓരോ ഘട്ടവും വളരെ സൂക്ഷ്മമായി ഇടപെടുകയും ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുകയും നമ്മളൊക്കെ തന്നെ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുകയും ആ നിലയിൽ പ്രതിരോധത്തിൻ്റെ നല്ല സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയ ആളുകളിലേക്ക് വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നമ്മളൊക്കെ തന്നെയും എത്തിച്ചിട്ടുള്ളതാണ്. എല്ലാവരും അവരുടേതായ ഒരു ഉത്തരവാദിത്വം. അതാണ് ഈ കേരളം ഈ നിലയിൽ അങ്ങനെ നിലകൊള്ളുന്നത്. ഒരു പുതിയ സാഹചര്യം, ജനിതക മാറ്റം സംഭവിച്ചു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം, ബ്രിട്ടീഷ് സ്ട്രെയിൻ എത്രമാത്രം ഭീഷണിയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നു. വലിയ അപകടകാരിയാണോ അതോ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ജനിതക മാറ്റം മാത്രമാണോ ഇതൊക്കെ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. ഈ പുതിയ അവസ്ഥ, പുതിയ സാഹചര്യം എന്താണ് പ്രാഥമികമായി ഡോക്ടർ അഷീൽ ആളുകളോട് പറയുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ വൈറസുകളെ സംബന്ധിച്ചിടത്തോളം മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനിതക മാറ്റം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പോൾ അത് ഇപ്പം ഇതിൽ തന്നെയാണ് 1000കണക്കിന് മ്യൂട്ടേഷൻസ് ആണ് ഇതുവരെ COVID-19 സംബന്ധിച്ചോളം ഇതുവരെ ഒരു മോണിറ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനങ്ങളെല്ലാം പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ UK പലപ്പോഴും ഇപ്പോൾ D614G എന്നുള്ള മ്യൂട്ടേഷൻ റിപ്പോർട്ട് ചെയ്ത് UK റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നേരത്തെ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസക്തമായ മറ്റൊരു മ്യൂട്ടേഷനാണ്. അതൊക്കെ അവിടെ എന്തുകൊണ്ട് UK റിപ്പോർട്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ UK അതിനുള്ള കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കൺസോർഷ്യം, അതായത് UK ജീനോമിക് കൺസോർഷ്യം ഒരു കൺസോർഷ്യം ഉണ്ട് ഇന്ത്യയിൽ. അവരാണ് ഈ ഗവേഷണം, അതൊരു സിസ്റ്റം ഓഫ് ലബോറട്ടറീസിന്റെ ഒരു കണക്ഷനാണ്. ഇന്ത്യയിൽ ആ കൺസോർഷ്യം, അത്തരത്തിലുള്ള കൺസോർഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇൻസാഗോഗ് എന്ന് പറയും. അതായത് ഇന്ത്യൻ കൺസോർഷ്യം ഫോർ SARS-CoV-2 അതിനെ നോക്കാൻ വേണ്ടി കൺസോർഷ്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ജീനോമിക് കൺസോർഷ്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അതാണ് 10 ലബോറട്ടറികൾ, 10 ഗവൺമെന്റ് ലബോറട്ടറികൾ ചേർത്തുകൊണ്ടുള്ള ആ കൺസോർഷ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം മ്യൂട്ടേഷൻസ് അടക്കം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് നല്ല റിസർച്ച് നടക്കുന്നുണ്ട്. അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപീകരിച്ച ആ ഇൻസാഗോഗ് എന്നുള്ള സംവിധാനം വഴി, ഗവൺമെന്റ് ലാബുകളുടെ സംവിധാനങ്ങൾ വഴി, അതാണ് ഇപ്പോൾ 6 കേസുകൾ ഇപ്പോൾ മ്യൂട്ടേഷൻ വന്ന സ്ട്രെയിൻ ആണെന്നുള്ള കാര്യം കണ്ടെത്തി. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ UK റിപ്പോർട്ട് ചെയ്ത കേസുകൾ D614G മ്യൂട്ടേഷൻ ആയിക്കഴിഞ്ഞാലും ഈ പുതിയ മ്യൂട്ടേഷൻ ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ 1000കണക്കിന് മ്യൂട്ടേഷനുകൾ എന്തുകൊണ്ടാണ് ഇതുമാത്രം പ്രസക്തമായി ചോദിച്ചു കഴിഞ്ഞാൽ ചില മ്യൂട്ടേഷൻസ് അതിൻ്റെ ചില ക്യാരക്ടേഴ്സിൽ മാറ്റം വരുത്തും. അതിൽ സ്വഭാവത്തിലും അനാറ്റമിയിലും, അതിൻ്റെ അനാറ്റമിയിലും സ്വഭാവത്തിലും മാറ്റം വരുത്തുന്ന മ്യൂട്ടേഷൻസ്, അതാണ് അതിൽ ശരിക്കും കാര്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ വരിക. ഇവിടെ ഈ പറയുന്ന, അതായത് VUI അതായത് വേരിയന്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സാധനം, അത് വേരിയന്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ 2020-12/1 എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പേര്. 2020-12/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 വർഷത്തിൽ 12-ാം മാസത്തിൽ കണ്ടെത്തിയ 1ാമത്തെ വേരിയന്റ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വേരിയന്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പ്രസക്തമായെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ സ്പൈക്ക് പ്രോട്ടീൻ്റെ, അതായത് COVID-19 പ്രത്യേകമായിട്ടൊരു പ്രോട്ടീനാണ് സ്പൈക്ക് പ്രോട്ടീൻ. അത് നമ്മുടെ ഈ കൊമ്പ് പോലെ കാണുന്ന സാധനം, അതിനുള്ള ഓൾട്ടറേഷൻസ് വരുത്തുന്നു. അപ്പോൾ 3 ചോദ്യങ്ങളായി പ്രസക്തമായിട്ട് ശരത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 1, ഇത് ഇതിൻ്റെ രോഗവ്യാപനത്തിന് വേഗത കൂട്ടുമോ? 2, ഇത് രോഗത്തിൻ്റെ തീവ്രതയും മരണവും കൂട്ടുമോ? 3, ഇത് വാക്സിനുകളെ മറികടക്കുമോ? ഈ 3 ഏറ്റവും പ്രസക്തമായിട്ട് ചോദ്യം ഞാൻ ശരത്ത് ആയതിന് പോസ്റ്റ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ എനിക്ക് വെച്ചാൽ ഈ ഫസ്റ്റ് കാര്യം, ഈ ഇൻഫെക്ടിവിറ്റി കൂട്ടുമോ? ഇൻഫെക്ടിവിറ്റി കൂട്ടും തന്നെയാണ് നിലവിലുള്ള പഠനങ്ങൾ പറയുന്നത്. 70%, 70 ഇരട്ടിയല്ല കേട്ടോ, ചിലത് 70 ഇരട്ടി എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. 70 ഇരട്ടിയല്ല, 70% എന്ന് പറഞ്ഞാൽ ഇരട്ടിയിൽ താഴെ വ്യാപന വേഗത കൂട്ടും. പക്ഷെ അത് വലിയ വേഗതയാണ്. അതുകൂടെ ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം 70 ഇരട്ടിയാണ്, 70 ഇരട്ടിയല്ല, 70%. കാരണം ഈ ഓൺലൈനുകൾ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു കാരണമായതുകൊണ്ട്. അതെ. അപ്പോൾ അതൊന്ന് ഈ ഇൻഫെക്ടിവിറ്റി എന്തായാലും കൂട്ടും. പിന്നെ മരണം നിരക്ക് കൂട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതവേ ഒരു വൈറസിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും വൈറസിന് ഇവോൾവ് ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ കുറച്ച് രോഗവ്യാപനം എളുപ്പത്തിൽ കൂട്ടാൻ പറ്റാവുന്ന, മരണങ്ങൾ കുറക്കാൻ പറ്റുന്ന വൈറസിനാണ് അതിൻ്റെ സർവൈവൽ കൂടുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് രോഗലക്ഷണങ്ങളില്ലാതെ രോഗം പടർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ആളുകളിലേക്ക് പടർത്താൻ പറ്റും. അതേസമയം ഞാൻ പെട്ടെന്ന് രോഗം വന്ന് മരണപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വൈറസിൻ്റെ ഇവല്യൂഷൻ ബേസിസ് നോക്കുമ്പം രോഗലക്ഷണങ്ങൾ കുറഞ്ഞ എന്നാൽ കൂടുതൽ ആളുകൾക്ക് എത്തുന്ന, മരണങ്ങൾ കുറവുള്ള വൈറസുകൾക്കാണ് കൂടുതൽ വേഗത്തിൽ പടരാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇവല്യൂഷൻ സ്വതവേ ആ ബേസിലാണ് ഉണ്ടാവരെങ്കിൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മരണനിരക്ക് കൂട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്ന മരണനിരക്ക് അത്ര ഗണ്യമായി കൂട്ടുന്നതല്ല. പക്ഷേ എവിടെ പ്രശ്നം? കൂട്ടുന്നില്ല. പക്ഷെ അതേസമയം ഇതുവരെ തെളിവില്ല. പക്ഷെ അതേസമയം എണ്ണത്തിലുണ്ടാവുന്ന മാറ്റം 1% മരണനിരക്കെന്ന് വിചാരിച്ചോ. പക്ഷെ 1000 പേരുടെ 1% ആണ് 100 1% 10 അതിൻ്റെ ഒരു 10,000 ആകുമ്പോഴേക്കും അത് 100 ആയി. അപ്പോൾ അത് ഓർക്കുന്ന വെച്ചാൽ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UK സ്ട്രെയിൻ വന്നു. ഇന്നലെ UK കണക്ക് എത്രയാണെന്നറിയോ? ഇന്നലെ ഒരു ദിവസം UK 41,000 കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 357 ഡെത്തുകൾ ഉണ്ടായി.
നമ്മുടെ ആകെ ഇരട്ടിയുള്ളൊരു പോപ്പുലേഷനാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവിടെ ഇപ്പോൾ ഉണ്ടാവും നമ്മൾ നോക്കുക വെച്ചാൽ അതുകൊണ്ടാണ് UK സ്ട്രെയിൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത നമ്മൾ പുറത്തേണ്ടി പറയുന്നത്. കാരണം ഇതിന് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടും കുറച്ചും കൂടി കാര്യമായിട്ട് ചെയ്യണം. ശരി, അതാ ഡോക്ടർ അഷീൽ, ഞാൻ അതിലേക്ക് മടങ്ങി വരാം. പ്രാഥമികമായുള്ള ഒരു ചില കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിൻ്റെ തന്നെ വിശദാംശങ്ങളിലേക്ക് പോകണം. ചോദ്യങ്ങൾ വളരെ ലളിതമാണെങ്കിലും അതിൽ നിന്ന് അറിയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരിൽ നിന്നാണ് നമ്മൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മാറ്റങ്ങളെയും അവർ സൂക്ഷ്മമായി വിലയിരുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആർട്ടിക്കിളുകൾ, ഓൺലൈൻ ആർട്ടിക്കിളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നേരത്തെ അഷീൽ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളെ ആശങ്കപ്പെടുത്താം. അതിൽ വസ്തുതാപരമായ ശരി എത്രമാത്രം ഉണ്ട്? ഈ കട്ട് ആൻഡ് പേസ്റ്റ് ആകുമ്പോൾ അല്ലേ അഷീൽ, പല മ്യൂട്ടേഷനും വാർത്തകൾക്കും സംഭവിക്കുന്നു. അത് സൃഷ്ടിക്കുന്ന ഒരു അസാധാരണമായ ആശങ്ക സാഹചര്യവും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നിത് ചർച്ചയ്ക്കെടുക്കുന്നത്. ഡോക്ടർ പത്മനാഭ ഷേണായി, ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ മ്യൂട്ടേഷൻ, ഈ ജനിതക മാറ്റം എന്നത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് ഡോക്ടർ അഷീൽ പറഞ്ഞു തന്നെയാണ് ഡോക്ടറും പറയാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷേ അതിൽ അസാധാരണമായി ഈ കൊറോണ വൈറസിൽ അസാധാരണമായൊരു ജനിതക മാറ്റം സംഭവിച്ചു. അത് നിലവിൽ എന്താണ് കോവിഡ് രോഗം, ആ രോഗത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ശീലം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന അസാധാരണത്വം ഇതിൻ്റെ ജനിതക മാറ്റത്തിന്, മ്യൂട്ടേഷന് സംഭവിച്ചിട്ടുണ്ടോ? ഡോക്ടറുടെ ഒരു പ്രിലിമിനറി ഫീൽ എന്താണ്? ഇത് ചെറിയൊരു ജനിതക മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ടാണ് നമ്മളിത് ബോധം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി പറഞ്ഞു, ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ UK 15,000 കേസ് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഈ മ്യൂട്ടേഷൻ ആദ്യം വന്നതെന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ മ്യൂട്ടേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. UK അപ്പം നോക്കുമ്പോൾ 100 വൈറസ് കണ്ടുപിടിച്ചു, 10 പേർക്ക് മാത്രമേ ഈ വൈറസ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് പറ്റൂ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കഴിഞ്ഞ് ആ സമയത്ത് UK 5,000 കേസേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇംഗ്ലണ്ടില് 5,000 കേസുള്ള ഇംഗ്ലണ്ടിൽ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം 35,000 40,000 ആയി. നമുക്കറിയാം തമിഴ്നാടിന്റെ സൈസുള്ള നമ്മൾ ജനസംഖ്യയുള്ള സ്ഥലമാണ് ഇംഗ്ലണ്ട്. 6 കോടിയാണ് അവിടെ ജനസംഖ്യ. അതിലാണ് 40,000 പേരുണ്ടാകുന്നത് നമ്മൾ ഓർക്കണം ഒരു ദിവസത്തിന്. അപ്പോ എന്ത് പറ്റി, എക്സ്പോണൻഷ്യൽ ആയിട്ട് കേസുകളുടെ എണ്ണം കൂടും. 1. 2, ആദ്യം ഡിറ്റക്ട് ചെയ്യുന്ന വൈറസുകൾ പഴയ സ്ട്രെയിൻ ആയിരുന്നു. 10% മാത്രമേ പുതിയ സ്ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 75 മുതൽ 80% പുതിയ സ്ട്രെയിൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? പഴയ വൈറസിനെ ഇത് പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്തു. ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്കറിയാം UK ലോക്ക്ഡൌൺ ആണ്. ഒരു 10-12 ദിവസത്തോളമായി. എന്നിട്ടും കേസുകളുടെ എണ്ണം കുറയുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ലോക്ക്ഡൌണിന്റെ റെസ്ട്രിക്ഷൻസ് മറികടന്ന് വ്യാപിക്കാനുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു തീവ്രമായ ശക്തി ഇതിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഭയക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സെല്ലിലോട്ട്, അതായത് കോശത്തിലേക്ക് കയറുന്ന ഒരു സ്പൈക്ക് എന്ന് പറയുന്ന പ്രോട്ടീനിൽ 7 അമിനോ ആസിഡിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കൂടുതലായിട്ട് സെല്ലിൽ പെട്ടെന്ന് ബൈൻഡ് ചെയ്യാനും ആ സെല്ലിനകത്തേക്ക് പടർന്നു കയറാനും സാധിക്കുന്നത്. അതുകൊണ്ട് പെരുക്കി വേറെ ആളുകളിലേക്ക് പോകാനും സാധിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് എണ്ണത്തിൽ ഭയങ്കരമായിട്ട് കൂടും. നേരത്തെ നോക്കുമ്പോൾ നമ്മൾ 15,000 കേസ് അല്ലെ 10,000 പേര് അവിടെ അഫക്റ്റ് ആകുമ്പോൾ അതിൽ 10% ആളുകളാണ് സിക്കാകുന്നത്. 1000 പേർക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകണമെങ്കിൽ ഇന്നത് 4,000 പേർക്ക് ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അതിന്റെ തീവ്രത കൂടിയില്ലെങ്കിൽ തന്നെ ഷിയർ നമ്പേഴ്സ് കൂടുന്നത് കൊണ്ട് അത് രോഗം പെട്ടെന്ന് ഹോസ്പിറ്റൽ ബെഡ്സ് ഫുള്ളാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭയക്കുന്നത്. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ അത് എണ്ണത്തിലാണ് വന്നിരിക്കുന്നത്, തീവ്രതയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും പാനിക് മോഡിലോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ അഷീൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ വൃത്തിയായിട്ട് ചെയ്താൽ മതി. പിന്നെ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ അടയ്ക്കുന്നു? എന്തുകൊണ്ടാണ് ചൈനയെ നമ്മളെല്ലാവരും ഇപ്പോഴും ബ്ലെയിം ചെയ്യുന്നത്? ചൈന ഒരു ഓവർ കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ, വുഹാനിൽ ആദ്യത്തെ 2-3 കേസുകൾ ഡിറ്റക്ട് ചെയ്തപ്പോൾ തന്നെ അതിർത്തി അടച്ച്, 50-60 കേസ് വന്നപ്പോൾ അതിർത്തി അടച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം മൊത്തം ഇത്രയും സഫർ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് UK ഒരിക്കലും ഇംഗ്ലണ്ടിനെ ആരും കുറ്റം പറയുന്നത്. അന്ന് UK അത് പറഞ്ഞിരുന്നെങ്കിൽ, അവർ അതിർത്തി അടച്ചിരുന്നെങ്കിൽ, അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ലോകം ഇതിന്റെ 2ാം ഘട്ടം ലോകം മുഴുവൻ പടർന്നു പിടിക്കത്തില്ലായിരുന്നു എന്ന് പിന്നെ ആരും പറയാതിരിക്കാൻ വേണ്ടി ഓവർ കോഷ്യസ് ആയിട്ട്, കാരണം നമുക്ക് അറിയാത്ത ഒരു സാധനമാണ്, അതുകൊണ്ട് നമ്മൾ ഓവർ കോഷ്യസ് ആയിട്ട് എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇതിലോട്ട് വിമാനാതിർത്തികൾ അടയ്ക്കുന്നതും കൂടുതലായിട്ട് കോൺഷ്യസ് ആയിട്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നേരിടുന്നു. അപ്പൊ ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് നമ്മൾ പാനിക് ചെയ്യേണ്ട കാര്യമായിട്ട് നമ്മൾ ജാഗ്രത കുറച്ച് കൂട്ടണം. കുറച്ച് ദിവസത്തേക്കെങ്കിലും 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കറിയാം എന്ത് സംഭവിക്കും, ഈ വൈറസിന് എങ്ങനെയാണ്, വാക്സിനിന്റെ എഫിക്കസി എങ്ങനെയാണ്, തീവ്രത കൂടുന്നതോ, കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഠനങ്ങൾ റിസൾട്ട് വരുന്നതനുസരിച്ച് പതുക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് പിൻവലിക്കാം.
അങ്ങനെ ആയിരിക്കും ചെയ്യുന്നതായിരിക്കും ഏപ്രിൽ. നമുക്കറിയാം ഏപ്രിൽ മെയ് മാസത്തിലെ കോവിഡിനെ കുറിച്ച് അറിയാത്ത സമയത്ത് വളരെ സിവിയർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാ ഗവൺമെന്റ്സും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പൊ കോവിഡിന്റെ എണ്ണം കൂടുതലാണ്. പക്ഷേ കോവിഡിനെ കുറിച്ച് നമുക്ക് വളരെ കൂടുതലായിട്ട് അറിയാം, കോവിഡിനെ എങ്ങനെ ചികിത്സിക്കണം എന്നറിയാം. നമ്മൾ കൂടുതൽ പ്രിപ്പയർഡ് ആണ്, നമ്മൾ സജ്ജരാണ്. അങ്ങനെ സജ്ജരാകുന്നവരെ ഈ വൈറസിനെ എനിമിയെ നമ്മുടെ ശത്രുവിനെ അറിയാനുള്ള ഒരു സമയമാണ് അടുത്ത 1-2 ആഴ്ച. ഈ 2 ആഴ്ചക്കുള്ളിൽ ഈ വൈറസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ഭയങ്കര അപകടകാരിയാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. എനിക്ക് വാക്സിൻ അവിടെ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെസ്ട്രിക്ഷൻ തുടരേണ്ടി വന്നേക്കാം. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പഴയ രീതിയിൽ കുറച്ച് കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അത് സാധ്യമാകും? കുറച്ചുകൂടി മുൻകരുതൽ, കരുതൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ കൂടി തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലേക്ക് എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് എന്ന് ധരിച്ച്, നിയന്ത്രണങ്ങളുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, നിയന്ത്രണങ്ങളുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് എല്ലാവരും ആ തിരക്കുകളിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നൊരു കാലമാണ്. ഡോക്ടർ അശ്വതി ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്ന, യാത്ര ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഏതാണ്ട് കഴിഞ്ഞൊരു 7-8 മാസമായി അതെല്ലാം അവസാനിപ്പിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ജീവിത പശ്ചാത്തലത്തിൽ എല്ലാവരെയും പോലെ ജീവിക്കുന്നു, ആരോഗ്യ പ്രവർത്തനം നടത്തുന്നു, ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. അതിനിടയിലാണ് അതിതീവ്ര കോവിഡ് എന്ന് പറയുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് ലോകം മാറുന്നു. അതിൻ്റെ ഒരു പ്രാതിനിധ്യം കേസുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. 6 കേസുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആ നിലയിൽ ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ജാഗ്രത തമിഴ്നാട്ടിലുണ്ട്, കേരളം അതിനനുസരിച്ച് മുൻകരുതൽ എടുത്തു പോകുന്നു. അപ്പോൾ ഈ പുതിയ വിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഡോക്ടർ അശ്വതിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കൺസേൺ എന്താണ്? പ്രധാനപ്പെട്ട കൺസേൺ നമ്മൾ ആദ്യം കോവിഡ് വന്ന സമയത്ത് എല്ലാവർക്കും ഒരു പാനിക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞു ഭയമല്ല വേണ്ട, ജാഗ്രതയാണ് വേണ്ടത്. പക്ഷെ ഇപ്പൊ കാലങ്ങളായിട്ട് ന്യൂ ഇയർ ആയി, ക്രിസ്മസ് ആയി, ആൾക്കാർ പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോവിഡ് ചിരിച്ചു മരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആൾക്കാർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രതയ്ക്ക് സംഭവിച്ച വളരെ വലിയൊരു ഇടിച്ചിൽ വന്നതുകൊണ്ട് തന്നെ ഒരു പേടി നമ്മുടെ മനസ്സിൽ ഇല്ലായകയില്ല. കാരണം ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ കോവിഡ് ഒരു മാരക രോഗം, ഇപ്പൊ അതിതീവ്ര കോവിഡ് വന്നാലും അതിന് സ്പൈക്ക് പ്രോട്ടീനിലെ ചേഞ്ച് വന്നാലും അതൊരു മാരക രോഗം ആയിട്ടല്ല. പക്ഷെ ഇത് അത്രയധികം സ്പ്രെഡ് വരുമ്പോൾ 100 പേരിൽ ആദ്യം സാധാരണ കോവിഡ് എഫക്ട് ചെയ്തെങ്കിൽ നമുക്കറിയാം 2 മാസങ്ങൾക്ക് മുമ്പേ നമുക്ക് ഏകദേശം 10,000 ആൾക്കാർക്ക് ഒരു ദിവസം കോവിഡ് എന്നുള്ള അവസ്ഥയിൽ വന്നു. ഇനി ഇതിന്റെ ഇൻഫെക്ടിവിറ്റി ഒരു ഡബിളോ ട്രിപ്പിളോ ആണെങ്കിൽ അത് 10 എന്നുള്ളത് 20-30 ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി കോംപ്ലിക്കേഷൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ മുഴുവൻ നിറഞ്ഞെന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റാവുന്ന രോഗികളെ വരെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിക്കാം. അത് നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ടാണ്. ഈ കോവിഡ് എന്ന് പറയുന്ന പോലെ കോവിഡ് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളും നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ രൂപം മാറി മാറി വരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സോപ്പ് ആൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാം, മാസ്ക് ഉപയോഗിക്കാം, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉപയോഗിക്കാം. ഇപ്പൊ ഇതൊന്നും ആരുടെ അടുത്തില്ല, പലരും അത് ചെയ്യുന്നില്ല. ഇതൊരു കോവിഡ് സാധാരണ ലൈഫിന്റെ ഭാഗമായിട്ട് ജീവിക്കണം. പക്ഷെ എന്നാലും അതിൽ വരുന്ന ഒരു ശ്രദ്ധക്കുറവ് കാരണം ഇത് വളരെ വാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ അഷീൽ പറഞ്ഞത് ഇതിന് സ്പൈക്ക് പ്രോട്ടീനിൽ വരുന്ന ചെയിനാണ്. ഫങ്ഷണൽ മോളിക്യൂൾ 4 to 5 ടൈംസ് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ആ ചേഞ്ച് വരുമ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മുടെ മേലേക്ക് വരാനോ, ആദ്യം 2 പേർക്കാണ് ഒരു കോവിഡ് പകർന്നെങ്കിൽ 3, 4, 5 ആൾക്കാർക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ഇത് പടരാനുള്ള സാധ്യതയായിട്ട് വരികയാണ്. 0.4% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് കൂടുതൽ വ്യാപനം വരുമ്പോൾ ഈ രണ്ടാമതും ഈ ഒരു അസുഖം വരുമ്പോൾ ആദ്യം വന്ന ആൾക്കാർക്ക് വീണ്ടും ഇത് വരാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. ആദ്യം തന്നെ ഇവർക്ക് വരാൻ കാരണം പലപ്പോഴും ഇവർ SMS എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടോകോൾ പാലിക്കാത്തതുകൊണ്ടാണ്. ആ വ്യക്തികൾക്ക് തന്നെ ഇത് വീണ്ടും വന്നാൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എത്രമാത്രമാവും, എത്രത്തോളം ഹോസ്പിറ്റൽ അഡ്മിഷൻസ് വരും, എത്രത്തോളം ICUs വരും, എത്ര ഓക്സിജൻ വേണ്ടി വരും, എത്ര വെന്റിലേറ്റർ വേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ സാധാരണ ആൾക്കാർക്ക് പോലും ട്രീറ്റ്മെന്റ് കിട്ടാത്ത ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ലേ? അത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു പേടി വരുന്നുണ്ട്. കാരണം ആൾക്കാരുടെ ജാഗ്രത വളരെയധികം കുറഞ്ഞിരിക്കണം. കല്യാണങ്ങൾ പഴയ പോലെ ആയിരിക്കണം, അധികം ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടല്ലോ, പോലീസിനെ കണ്ടാൽ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ള ഒരു അവസ്ഥയിലാണ്. താടിയിൽ മാസ്ക് ആണ്, പോലീസിനെ കണ്ടാൽ മേപ്പോട്ട് വെക്കാലോ എന്ന് മാത്രമാണ്. സ്വന്തം ആരോഗ്യം സ്വന്തം കയ്യിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തെയും നമുക്ക് ഓവർകം ചെയ്തു പോകാൻ വളരെ പുഷ്പം പോലെ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് തെളിയിച്ച കൂട്ടരാണ് അതിൻ്റെതായ പരമാവധിയിൽ പിടിച്ചു നിർത്തി എല്ലാ സംസ്ഥാനങ്ങളിലും, രാജ്യത്തെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിവേഗം, ഇപ്പോഴൊക്കെ നമ്മൾ UK കുറിച്ചൊക്കെ പറയുന്നത് പോലെ തന്നെ അതിവേഗം ആഴ്ചകൾ കൊണ്ടൊക്കെ ഇങ്ങനെ പടരുമ്പോഴും നമ്മളതിൻ്റെ നമ്പർ ലിമിറ്റ് ചെയ്തു വെച്ചു. നമുക്ക് പരമാവധി നല്ല ചികിത്സ കൂടുതൽ ആളുകൾക്ക് അത് കാരണം നൽകാനായി. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കാര്യങ്ങൾ കൈവിട്ടു പോയത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഇതിനെ നിയന്ത്രിച്ചതുകൊണ്ടും വളരെ ജാഗ്രത ഉറപ്പിച്ചു നിർത്തിയതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നേട്ടം മികച്ച
ചികിത്സ, ആരോഗ്യ രംഗത്തിൻ്റെ നമ്മുടെ സാധ്യതകൾ നമ്മുടെ ആളുകൾക്ക് പരമാവധി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലല്ല അതിൻ്റെ ഒരു വലിയ സാധ്യത. അത് കേരളം നല്ല നിലയ്ക്ക് ബോധ്യപ്പെടുത്തിയതാണ്. അവിടെ നിന്നുകൊണ്ട് ഡോക്ടർ അഷീൽ, ഇപ്പോൾ UK കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ അതിതീവ്ര കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു അവസ്ഥയിലേക്ക് വന്നാൽ ഇതിൻ്റെ ഫസ്റ്റ് സാഹചര്യം നമ്മൾ കണ്ടതാണ്. നമ്മൾ വളരെ പിന്നിൽ നിന്നൊരു രാജ്യം മെല്ലെ മെല്ലെ നമ്മൾ കോണിപ്പടി കയറി പോകും പോലെ അതിവേഗം കടന്ന് രാജ്യത്തെ തന്നെ അത്തരം പട്ടികയിലേക്ക് 3-ാമതും 4-ാമതും 2-ാമതും ആകുന്ന നിലയിൽ വന്നതാണ് നമ്മൾ എന്ന് പറയുന്ന പോലെ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ സാഹചര്യം, അങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഈ അതിതീവ്ര കോവിഡിൻ്റെ വരവ്, താങ്കൾ പറഞ്ഞ പോലെ 70% വ്യാപനത്തോത് വർദ്ധിക്കുന്ന ജനിതക മാറ്റം സംഭവിച്ചു, ആ നിലയിലാണ് എന്ന് UK കണ്ടെത്തലുകളുടെ ഒരു സ്വഭാവമെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താകും അവസ്ഥ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലേക്ക് വരുമോ അല്ലെങ്കിൽ വന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ 6 കേസ് ഡിറ്റക്ട് ചെയ്തല്ലോ, അത് വരുമെന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടില്ല. നേരത്തെ അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതെ ഷെണോയ് സർ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അതായത് ഇപ്പോൾ UK നോക്കുകയാണെങ്കിൽ UK 70-80% സ്ട്രെയിനുകൾ ഉള്ളത് ഈ പുതിയ സ്ട്രെയിനാണ്. സർവൈവൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എവല്യൂഷണറി അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മ്യൂട്ടേഷൻ ഉള്ളതാണ് കൂടുതൽ ആളുകൾക്ക് വ്യാപിക്കുക. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ അത് റീപ്ലേസ് ചെയ്യും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച D614G എന്നുള്ള മ്യൂട്ടേഷൻ, ആ മ്യൂട്ടേഷൻ വന്ന വൈറസുകളാണ് ഇപ്പോൾ 90% ലോക രാജ്യങ്ങളിൽ പടരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പുതിയ വൈറസിൻ്റെ പുതിയ സ്ട്രെയിനും ആ സ്ട്രെയിനും ഈ എവല്യൂഷണറി അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് വ്യാപിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇടയിൽ തോന്നിയ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ UK കാണുന്ന ഈ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, ഈ നിലയിൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഈ ഒരു ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്? ഇഷ്ടം പോലെ. അതായത് ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിൽ, സ്വിറ്റ്സർലാൻഡിൽ, ജപ്പാനിൽ, സിംഗപ്പൂരിൽ, ലെബനോണിൽ, പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 ഞാൻ കൗണ്ട് ചെയ്ത് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 20 രാജ്യങ്ങളുണ്ടായിരുന്നു. മിനിമം 20 രാജ്യം. യൂറോപ്യൻ രാജ്യങ്ങൾ 20 എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് വലിയ സാധ്യത ഉറപ്പിച്ച് വേണം മുന്നിൽ കണ്ടുവേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ UK, ഷെണോയ് സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് UK നമ്മൾ കുറ്റപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ UK എന്തോ അവിടെ കേസുകൾ കൂടുന്നൊന്നല്ല. UK നല്ല ഒരു ജീനോമിക് കൺസോർഷ്യം ഉണ്ട്. അവർ നല്ല വൃത്തിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവേഷണങ്ങൾ കൃത്യമായി നടത്തി നമ്മൾ അതിനെ പറയാം ജീനോമിക് സർവൈലൻസ് അല്ലെങ്കിൽ ജെനറ്റിക് സർവൈലൻസ് എന്ന് പറയും. ഇപ്പം നമ്മൾ സ്വതവേ ചെയ്യുന്ന ലാബ് സർവൈലൻസ്, അതായത് RT-PCR ഒക്കെ ചെയ്യുന്ന പോലെ ലാബ് സർവൈലൻസ് പോലെ കൃത്യമായിട്ട് ജെനറ്റിക് സർവൈലൻസ് നടത്തുക. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സ്ട്രെയിനുകൾ പഠിക്കാൻ വേണ്ടിയുള്ള ആദ്യ പഠനം നടന്ന കേരളത്തിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. അത് അധികം അപ്രീഷിയേറ്റ് ചെയ്യാറില്ല എന്ന് മറ്റൊരു കാര്യം. കേരളത്തിൽ ഇന്ത്യയിലെ പല പുതിയ സ്ട്രെയിനുകളും കണ്ടെത്തി അല്ലെങ്കിൽ ഇന്ത്യൻ സ്ട്രെയിനുകളെ കുറിച്ചിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തിയത് നമ്മുടെ ചാന്ദിനി മാഡത്തിൻ്റെ ടീമാണ്. ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ടീമാണ് അത് നടത്തിയിട്ടുള്ളത്. അപ്പം ശരിക്കും ഈ സർവൈലൻസിൻ്റെ ജീനോമിക് സർവൈലൻസിൻ്റെ ജെനറ്റിക് സർവൈലൻസിൻ്റെ ഒരു വലിയ സിസ്റ്റം അവിടെ UK ഉള്ളത് കൊണ്ടാണ് അവിടെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചത്. ഇനി ഇന്ത്യയിലേക്ക് വരുമോ? വരും. നാളെ ഇപ്പോൾ ഈ കേരളത്തിൽ കൊടുത്ത സാമ്പിൾ പോസിറ്റീവ് ആവുമെന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അവിടെയിൽ 80% ആളുകൾക്ക് ഇപ്പോൾ അതാണ് സ്ട്രെയിനെങ്കിൽ ഇവിടെ വന്ന UK വ്യത്യസ്തവരാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് കോഴിക്കോട്, കേരളത്തിലെ സാമ്പിൾ എന്ന് പറയുന്നത് കോഴിക്കോടല്ലേ? അല്ല, കേരള ഇപ്പം നമ്മളെ വിട്ടിരിക്കുന്നത്, അതായത് കൺസോർഷ്യത്തിലേക്ക് ഇപ്പം വിട്ടിരിക്കുന്ന സാമ്പിൾ കൊടുത്തല്ലോ. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവരുടെ സാമ്പിൾ നമ്മളിപ്പം ഈ ഇൻസാകോഗ് എന്നുള്ള ആ കൺസോർഷ്യത്തിലേക്ക് കൊടുത്തിരിക്കുക, ഗവൺമെന്റ് കൺസോർഷ്യത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 6 കേസ് പോസിറ്റീവായെന്ന് പറഞ്ഞു. അതിലിപ്പോൾ കർണാടകയിലെ കേസുണ്ട്. കർണാടകയിൽ 2 കേസ് അവർ ഈ പുതിയ സ്ട്രെയിനാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി വരുന്ന നമ്മൾക്ക് ഒരുപക്ഷെ നാളെ വരുന്നത്, നമുക്ക് നാളെ കൺഫർമേഷൻ വരുമ്പം പുതിയ സ്ട്രെയിൻ ആയിരിക്കും. ആവാതിരുന്ന അത്ഭുതം ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ? അത് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന നടപടികൾ എന്താണ്? നമ്മൾ ഇപ്പോൾ ഓൾറെഡി അതിന് നടപടികൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. എന്താണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യാനുള്ളത്? നമ്മൾ അതിൻ്റെ സർവൈലൻസ് ശക്തമാക്കി. ഈ സ്ട്രെയിനുകൾ വരും എന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. വരുമ്പം അത് തന്നെ നമ്മൾ നേരത്തെ പുലർത്തിയിരുന്ന ജാഗ്രത ജനം പുലർത്തണമെന്നുള്ളതാണ്. നേരത്തെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? COVID-19 പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരം ചിലർ എപ്പോഴെങ്കിലും ഇടാറുണ്ട്. അതായത് ഇപ്പോൾ കേസുകൾ വരുന്ന സമയത്ത് ഇപ്പം സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികൾക്ക് പോകുന്നു. ആ സമയത്ത് പണ്ട് പഴം വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് നടുപ്പുറത്ത് അടികൊണ്ട ആളെന്ന് പറഞ്ഞിട്ട് ചിലവരിങ്ങനെ ട്രോൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു കേരളം ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ഈ COVID-19 നേരിടുന്ന രീതി? നമ്മൾ ആദ്യം വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഷെണോയ് സാറൊക്കെ സൂചിപ്പിച്ച പോലെ, നമ്മളൊരു ആദ്യഘട്ടത്തിൽ ശക്തമായിട്ടുള്ള കണ്ടെയ്ൻമെൻറ്റ് മെഷേഴ്സ് എടുത്തിട്ട് നമ്മളുടെ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വൈറസിനെ പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ശാക്തീകരിക്കാൻ വേണ്ടി നമ്മൾ സമയമെടുത്തു. ആ സമയമാണ് ഇന്ത്യയിൽ ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്ത് കേരളത്തിലാണെങ്കിൽ പോലും നമ്മൾ അവസാനം പീക്ക് ചെയ്ത സംസ്ഥാനമാണ്. ഇന്ത്യയിൽ അവസാനമായിട്ടാണ് നമ്മൾ ഉച്ചസ്ഥായിലെത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കേസുകൾ കുറയുമ്പോൾ കേരളത്തിൽ കേസുകൾ കൂടുതൽ എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഉച്ചസ്ഥായിലെത്തിയ സംസ്ഥാനമാണ്. അവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ ആരോഗ്യ സംവിധാനം ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു.
ആരോഗ്യ സംവിധാനം ഇപ്പം വെന്റിലേറ്റർ പറയുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ മൊത്തം എണ്ണം നോക്കിയാൽ ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ വെന്റിലേറ്റേഴ്സ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ 25% ഒക്യുപ്പൻസി നമുക്ക് മാക്സിമം ഉണ്ടായിരുന്ന സമയം നമ്മുടെ മൊത്തത്തിലുള്ള ഇത് നോക്കുമ്പം. അപ്പോൾ അങ്ങനെ ഒരു അതേസമയം തന്നെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു ഈ UK സിസ്റ്റംസ് ഒക്കെ ഓവർവെൽം ചെയ്തു. എന്തുകൊണ്ടാണ്? പുതിയ സ്ട്രെയിൻ വന്നതിന് ശേഷം അവിടെ രോഗവ്യാപനത്തിൻ്റെ വേഗത വല്ലാതെ കൂടി. ആ രോഗവ്യാപനം വല്ലാതെ കൂടുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ കേസുകൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റംസ് എല്ലാം തകിടം മറിയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത് നമ്മൾ ജാഗ്രത ഇപ്പോൾ പുലർത്തേണ്ടതാണ്. എന്താണ് ഈ പുലർത്തേണ്ട ജാഗ്രത ആളുകൾ? ആ പുലർത്തേണ്ട ജാഗ്രത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുമോ? ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത അവസാനത്തെ ഓപ്ഷനാണ്. അത് എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മളായിട്ട് നമ്മൾ സ്വയം ഉന്തിത്തള്ളി ലോക്ക്ഡൗണിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. സ്വയം നമ്മൾ കോവിഡിനോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനപരമായി ഒഴിവാക്കാൻ വേണ്ട പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ലോസ് കോൺടാക്ട്സുകൾ ഒഴിവാക്കുക, ക്ലോസ്ഡ് ഏരിയകൾ ഒഴിവാക്കുക, മൂന്നാമത് ക്രൗഡിങ് ഒഴിവാക്കുക. നേരത്തെ അശ്വതിയോട് സൂചിപ്പിക്കേണ്ടായി, നമ്മളിപ്പം ബീച്ചുകളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളടക്കം ആളുകൾ കൂട്ടിക്കൊണ്ടുവന്ന് ബീച്ചിലേക്ക് വരുന്നൊരു സാഹചര്യമുള്ളത്. ഞാനൊരു ഒരു ഒരു ലൈറ്റർ നോട്ടി പറയാണ്. എൻ്റെ മോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു സാധനമുണ്ട്. പറഞ്ഞു വെച്ചാൽ എനിക്കൊന്നും ഇങ്ങനെ പറഞ്ഞതാണ്, എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല, എന്നെ മാത്രം ഇപ്പോൾ എവിടെയും വിടുന്നില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാണ് ആ സെൻറ്റൻസ് അതായിരുന്നു. എന്നെ മാത്രം ഇപ്പോൾ എവിടെയും വിടുന്നില്ല, ബാക്കി എല്ലാവരും ഫേസ്ബുക്കിലും വാട്സാപ്പിലേക്ക് അവിടെ ഇവിടെയും പോയിട്ട് പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ചോദിച്ചു, ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് ഈ മാധ്യമങ്ങളോട് എൻ്റെ മോക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അത്തരം പോയ ആളുകൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം കുട്ടികളെ കൊണ്ടുപോയി ഇപ്പം ഇതിനൊന്നും പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടില്ല. കുറച്ച് നാൾ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇപ്പം നമ്മൾ UK കാര്യം പറയുന്നുണ്ടല്ലോ. UK ഒരു പോസിറ്റീവായ ഒരു കാര്യമുണ്ട്. അത് നമ്മൾ പലപ്പോഴും UK എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടി അവർക്ക് 1.5 കോടി ആളുകളെ അവർ വാക്സിനേറ്റ് ചെയ്യും എന്നാണ് അവരുടെ പ്ലാൻ. അവരിപ്പം വാക്സിനേഷൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നൊരു രാജ്യമാണ് UK. അപ്പോൾ അവർ ഫെബ്രുവരി അവസാനത്തോടുകൂടി അവർ കൃത്യമായ പ്ലാൻ അനുസരിച്ച് പറഞ്ഞു വെച്ചാൽ അവരുടെ കേസുകളുടെ എണ്ണം കാര്യമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ അവർ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇനി ആ ഒരു ഇതിലേക്ക് വാക്സിനേഷനിലേക്ക് പോകാൻ അത് കുറച്ച് കാലം കൂടി ആളുകൾ ഈ ജാഗ്രത കൈവിടാതിരിക്കണം. ഈ വന്ന പുതിയ സ്ട്രെയിൻ വരുമ്പോൾ രോഗവ്യാപനത്തിന് വേഗത കൂടുമ്പോൾ രോഗവ്യാപനത്തിന് വേഗത കൂടുമെന്ന് വിചാരിച്ച് തന്നെ നമ്മൾ നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ SMS, അതായത് സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഈ 3 കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത്. അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ചെയ്തുകൊണ്ടേയിരിക്കുക, ക്രൗഡിങ് ഒഴിവാക്കുക. ഇപ്പം ഇലക്ഷൻ്റെ ഹാങ് ഓവർ നമുക്ക് മാറിയിട്ടില്ല. ഇലക്ഷൻ്റെ ഹാങ് ഓവർ മാറേണ്ട സമയം കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ആൾക്കാരും എല്ലാവരും ആയിക്കെ തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരടക്കം ഈ രോഗവ്യാപനത്തെ പ്രിവെൻഷനിലേക്ക് വരണം. ഇനി ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇനി ഇതിലേക്ക് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അങ്ങനൊരു അപകടം പിടിച്ച ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഡോക്ടർ പത്മനാഭ ഇപ്പോൾ ഡോക്ടർ അഷീൽ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. വലിയ ഒരു പോപ്പുലേഷനെയാണ് നമ്മൾക്ക് ഈ കാലത്തിലൂടെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരം ഒരു ഗൗരവപ്പെട്ട അതിതീവ്ര കോവിഡിൻ്റെ ഒരു വരവിൻ്റെ കൃത്യമായ സൂചന ഇന്ന് വന്ന കേസുകളിലുണ്ട്. അതിനനുസരിച്ച് നമ്മളടക്കം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സംവിധാനങ്ങളും വളരെ ശക്തമായൊരു നിയന്ത്രണത്തിലേക്കും കോവിഡ് മാനദണ്ഡങ്ങളിലേക്കും പോകേണ്ട ഒരു ഗൗരവ സാഹചര്യമാണോ ഡോക്ടറും കാണുന്നത്? ഇതില് ശരത്, എനിക്ക് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. UK 20 ലക്ഷം കേസുകളാണ് ഇതുവരെ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. അതിൽ 1.5 ലക്ഷം ആളുകൾക്ക് അവർ ടെസ്റ്റ് ചെയ്ത് ഏത് ജീനാണെന്ന് കണ്ടുപിടിച്ചത്, ഏത് ജനിതകപ്പെട്ട വൈറസ് ആണ് കണ്ടുപിടിച്ചത്. അതായത് 5%. ഇന്ത്യയിലോ ഏകദേശം 1 കോടി കേസുകൾ വന്നപ്പോൾ വെറും 20,000-30,000 ജീനോടൈപ്പിംഗ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ ഇവിടെ നടക്കുന്ന വൈറസിന്റെ സ്ട്രെയിൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് UK വന്നവരിൽ നിന്ന് ഇത് വന്നിരിക്കാൻ സാധ്യത. ഈ സെപ്റ്റംബർ മാസം മുതൽ UK വന്നിരിക്കും. ഒരു മാസം 30,000 പേരോളം UK നിന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇപ്പോഴത്തെ പ്രിവലൻസ് അനുസരിച്ച് 70,000-80,000 പേര് കഴിഞ്ഞ് 3 മാസമായിട്ട് വന്നു കാണും. അവരിൽ ആർക്കൊക്കെ അസുഖം വന്നിട്ട് അവരുടെ പ്രൈമറി കോൺടാക്ട് ആരാണെന്ന് ട്രേസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്ട്രോങ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുക. ഇന്ത്യയിൽ ഈ വൈറസ് വന്നു കാണും, കേരളത്തിൽ വന്നു കാണുന്നത് ഉറപ്പാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. ഒന്ന്, അതെങ്ങനെ അറിയാൻ പറ്റും? ഈ UK വന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന ആളുകളിൽ പെട്ടെന്ന് തന്നെ കഴിയുന്നു ഐസൊലേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മളിപ്പോൾ December 9 മുതലുള്ള നമ്മൾ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു 1.5 മാസത്തിന് മുമ്പ് വന്നവരെ ഒന്നുകൂടി കോഷ്യസ് ആയിട്ട് അവരുടെ പ്രൈമറി കോൺടാക്ട്, അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ വന്നു പോയി കാണും, അവരുടെ പ്രൈമറി കോൺടാക്റ്റും അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുക. ഒന്ന്. 2, നമ്മുടെ ഒരു 3 മുതൽ 4%, അതായത് ഒരു ദിവസം 1000 പേർക്ക് അല്ലെങ്കിൽ 2000 പേർക്ക് അസുഖം പറ്റുന്ന ഒരു കുറച്ച് 2-3% ആളുകൾക്കെങ്കിലും ഒരു ദിവസം ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ജനറ്റിക് ടെസ്റ്റ് ഭയങ്കര എക്സ്പെൻസീവോ ഭയങ്കര ഹൈജീൻ ടെസ്റ്റ് ഒന്നും അല്ല. വിനോദ് സ്കറിയ എന്ന് പറഞ്ഞൊരു മലയാളിയാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്
ചെയ്തിരിക്കുന്നതാണ്. ഡൽഹിയില് IGIB-യിലുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്, CSIR സ്ഥാപനത്തിലുള്ള വിനോദ് കറിയയുടെ നേതൃത്വത്തിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നിരിക്കുന്നത്. അപ്പൊ പുള്ളിയായിട്ട് സംസാരിക്കുമ്പോൾ 2000-2500 രൂപയാകുന്ന ഒരു ജനറ്റിക് ടെസ്റ്റ് മാപ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇന്ത്യയിൽ ആവോളമുണ്ട്. പക്ഷെ നമ്മൾ അത് കുറച്ച് സർവേലൻസ് കൂട്ടിയിട്ട് നമ്മൾ നേരത്തെ PCR ഒക്കെ നമുക്കറിയാം, വെറും 250-300 ടെസ്റ്റ് ചെയ്ത PCR ടെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിലാണ് ഇപ്പൊ നമ്മൾ 30,000, 50,000, 60,000 ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, കേരളത്തിലെ സംസ്ഥാനത്ത് അത് ഒരിക്കലും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആ ജനറ്റിക് അനാലിസിസ് നടത്തി എത്രമാത്രം ഈ വൈറസ് നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി പറന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. UK 5% അവർ ചെയ്യുന്നെങ്കിൽ നമ്മൾ 2-3% വൈറസിനെ നമ്മൾ ഡെയിലി ബേസിസിൽ റാൻഡം ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വൈറസ് എടുത്ത് ആ വൈറസ് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഐസൊലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കേരളത്തില് ഇന്ന സ്ഥലത്താണ് ഈ വൈറസ് വളർന്നു പിടിച്ചിരിക്കുന്നത്, പെട്ടെന്ന് ആ സ്ഥലത്ത് മാത്രം നമുക്ക് അതിനെ അടക്കി നിർത്താൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് വരാതെ ആ സ്ട്രെയിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. അത് കഴിഞ്ഞ് 2-3 ആഴ്ചക്കുള്ളിൽ വൈറസിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലഘൂകരിക്കാനും മുന്നോട്ട് പോകാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണിലോട്ടൊക്കെ നമ്മൾ പോകാൻ സാധ്യത വളരെ വളരെ വിദൂരമാണ്. അതിന് വളരെ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ജനറ്റിക് അനാലിസിസ്. ഒരാൾക്ക് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഈ PCR ടെസ്റ്റുകൾ കുറച്ച് മാത്രമേ കൂടുതലുള്ളൂ. വളരെ കൂടിയ ഒരു ടെസ്റ്റ് ഒന്നും അല്ല ഈ ജനറ്റിക് അനാലിസിസ്. അപ്പൊ അത് ചെയ്ത് അനലൈസ് ചെയ്ത് എന്താണ് ഇന്ത്യയിൽ നിന്നും ഈ രോഗവ്യാപനം, ഈ വൈറസ് എത്രമാത്രം എത്തിയിട്ടുണ്ട്, എത്ര പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സൊല്യൂഷൻ കിട്ടാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പാനിക് ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും. പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. തീർച്ചയായും അതൊരു അവിടെ ഇപ്പോൾ ശ്രീ പത്മനാഭൻ ഷെണായി, ഡോക്ടർ ഷെണായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അഷീൽ, എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ മാർച്ച് മാസം മുതൽ ഇങ്ങോട്ട് വന്നത് അവിടേക്ക് അതിശക്തമായി തിരിച്ചു പോകണം നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞൊരു ഗൗരവമുള്ള വിഷയം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കോൺടാക്ട് ട്രേസിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴൊക്കെ നമ്മൾ കുറച്ച് വളരെയേറെ ലിബറലായി ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഒരു കേസ് പോസിറ്റീവായാൽ ഒരു പ്രൈമറി കോൺടാക്റ്റിൽ എത്ര പേരുണ്ട്, ആ പ്രൈമറി കോൺടാക്റ്റ് തന്നെ നമ്മൾ കുറേ കൂടി വളരെ സ്ട്രെച്ച് ചെയ്ത് വളരെ ലിബറലായിട്ടാണല്ലോ എടുക്കുന്നത്. ഇതെല്ലാം മാറി കുറെ കൂടി സ്ട്രിക്റ്റായി ഒരു കോൺടാക്ട് ട്രേസിങ്ങിലേക്ക് പോകണം എന്നൊരവസ്ഥ, അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന അതിൻ്റെ സാധ്യതകൾ തേടുന്ന ഒരു കാലമാണോ സത്യത്തിൽ ഈ ആരോഗ്യ വകുപ്പും ഈ സാമൂഹ്യ സുരക്ഷാ മിഷനും ഒക്കെ? ഇപ്പോൾ ഡോക്ടർ ഷെണായി പറഞ്ഞപ്പോൾ എനിക്കതാണ് സത്യത്തിൽ ഓർമ്മ വന്നത്. അല്ല, ആക്ച്വലി അത് ഓൾറെഡി നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന് ഈ ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ തന്നെ, അതായത് ഈ ഡിസംബർ 22-ാം തീയതി അന്നാണോ ആദ്യത്തെ SOP, അതിൻ്റെ SOPs ഒക്കെ ഇറങ്ങിയുണ്ടായി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ SOP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ 22-ാം തീയതി SOPs ഇത് വരുന്ന സമയം. അപ്പോൾ ആ സമയം തന്നെ നമ്മൾ ഈ ഇത്തരം ഒരു സ്ട്രെയിൻ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ വളരെ ശക്തമായിട്ടുള്ള സർവേലൻസ് ആരംഭിക്കും. ഈ വന്ന ആളുകൾ, അതായത് നവംബർ 25 തൊട്ട് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഡീറ്റെയിൽസുകൾ എടുക്കുകയും അവരുടെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത് ഏകദേശം 35,000 പേര് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തതായിട്ടാണ് അന്ന് ഇവരുടെ കണക്കുള്ളത്. ഈ ഡിസംബർ 22-ലെ കണക്കിലോ ഇത് ഈ നവംബർ മാസം അവസാനം തൊട്ട് ഡിസംബർ മാസം ഏകദേശം ഒരു മാസം നേരത്തെ സൂചിപ്പിച്ച പോലെ കണക്കനുസരിച്ച് 70,000. അത് കുറച്ച് നാൾ മുമ്പ്, നവംബറിന്റെ മുമ്പുള്ള കണക്കടക്കം വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും. അത് ഇപ്പം ഇവർ റിപ്പോർട്ട് ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഏകദേശം 30,000 അടുത്താണ് വന്നത്. ഇവരുടെ എല്ലാവരും കോൺടാക്റ്റുകൾ, ആ കോൺടാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ നമ്മൾ ഇതിൽ സർവൈലൻസിലേക്ക് നിർത്തണം, അവരുടെ കോൺടാക്ട് ട്രേസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേരള ഗവൺമെന്റ് ആരംഭിച്ച് അതിൻ്റെ ശക്തമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവൈലൻസിന്റെ നമ്മളുടെ ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു ഗുണമാണ് ഈ സർവൈലൻസ് നിർത്താൻ വേണ്ടി പറ്റുന്നതല്ല. അതേസമയം നമ്മൾ ആലോചിക്കേണ്ട മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ആളുകൾ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ 30,000 ഈ വന്ന ആളുകൾ എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യം ട്രേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷെ നമ്മളുടെ നിർദ്ദേശം, ഇത് കേരളത്തിലെ നിർദ്ദേശങ്ങൾ ഈ ആൾക്കാരെ ട്രേസ് ചെയ്യുകയും ആ ട്രേസ് ചെയ്ത് അവരെ ടെസ്റ്റ് ചെയ്യുകയും ആ ടെസ്റ്റ് ചെയ്തവരിൽ നിന്നാണ് ഈ കണ്ടെത്തുകയും ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ആ ട്രേസിങ്ങോ ക്വാറന്റൈനിങ്ങോ നിൽക്കുന്നില്ല. അപ്പം ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം ഇങ്ങനെ ക്വാറന്റൈനിൽ നിർത്തേണ്ടത്. ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ സുരക്ഷിതമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഇറ്റലിയിൽ നിന്ന് വന്ന മാർച്ച് മാസം ഒരു ഇറ്റലിയിൽ നിന്ന് വന്ന കുടുംബത്തെ കേരളം എങ്ങനെയാണ് കണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം അവർ വേട്ടയാടപ്പെട്ടു എന്നൊരു മറ്റൊരു രീതി പറഞ്ഞാൽ, വേട്ടയാടപ്പെട്ടു എന്ന രീതി പറഞ്ഞാൽ അവരങ്ങനെ അവരൊരു ജാഗ്രത കുറവ് അത് വലിയ രീതിയിൽ കേരളത്തിൽ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിന് പോസിറ്റീവായ ഒരു വശമുണ്ടായി. എത്രമാത്രം ജാഗ്രത വേണം കേസ് കൊണ്ട് കേരളത്തിന് മനസ്സിലായി. അതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മളിപ്പം അങ്ങനെ ഇനിയിപ്പം വീണ്ടും അതേ പാഠം പഠിക്കാൻ വേണ്ടി കുറിച്ചൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്ത് തുടങ്ങിയത്. കേസ് തുടങ്ങിയപ്പോൾ റൂട്ട് മാപ്പ് ഒക്കെ വിസ്മരിക്കുന്ന അവസ്ഥ നമ്മുടെ അല്ല, അതിന് ഓരോ ഘട്ടത്തിൽ ഓരോ നടപടികൾ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കേസുകൾ
ഈ കേസുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൃത്യമായ റൂട്ട് മാപ്പും അവർക്ക് കോൺടാക്റ്റുകളും അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റി വീണ്ടും സജീവമാണ്. നമ്മൾ ഡോക്ടർ അഷീൽ അത് പറഞ്ഞു വരുന്നത് ഡിസംബർ 22-നാണ് കേന്ദ്രത്തിൽ നിന്ന് ഇത്തരമൊരു സാധ്യതയുണ്ട്, അപകടമുണ്ട്, ശ്രദ്ധിക്കണം എന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം വരുന്നത്. കേരളത്തിനും ഡിസംബർ 22-ന് കിട്ടിയ ആ നിർദ്ദേശം മുതൽ ഇങ്ങോട്ട് നമ്മൾ ഈ സംസാരിച്ചു വരുന്ന രീതിയിലേക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോൺടാക്ട്, പ്രൈമറി കോൺടാക്ട്, അവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തേടൽ, ഈ പറഞ്ഞ UK നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളെക്കുറിച്ച് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് ഇപ്പം ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഈ UK വരുന്ന ഫ്ലൈറ്റുകളുടെ ബാനിങ് ഉള്ളത് ഇപ്പം ഡിസംബർ 31 വരെയാണല്ലോ. അത് എന്തായാലും നീട്ടാനുള്ള സാധ്യത ഉണ്ട്, നീട്ടുക തന്നെ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇപ്പോൾ അതിനുശേഷം ഈ ജനറ്റിക് സർവൈലൻസ് ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. കാരണം ജനറ്റിക് സർവൈലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് പരിപാടിയാണ്. ഈ കൺസോർഷ്യം രൂപീകരിക്കുക, അത് കഴിഞ്ഞ ദിവസം രൂപീകരിച്ചു. പക്ഷേ അക്കാര്യത്തിൽ വളരെയധികം ഫാസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ സംവിധാനങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിൽ. അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് നേരത്തെ ഈ ജനറ്റിക് സർവൈലൻസ് സിസ്റ്റം ഉണ്ടായിക്കൂടെ എന്ന് മറ്റൊരു ചോദ്യമുണ്ട്. പക്ഷേ എന്തായാലും ഇങ്ങനൊരു വിഷയം വന്നതിന് ശേഷം നമ്മൾ ഈ സർവൈലൻസ് ശക്തമായി ഇടപെടുകയും, നേരത്തെ ഷണോയ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി വിപുലമാവും. ഈ കൺസോർഷ്യം എന്ന് പറയുന്ന ഈ 10 ലാബുകളാണെങ്കിൽ ആ ലാബുകളുടെ വർദ്ധിപ്പിക്കുകയും നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇത് ചെയ്യാനുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ ഇവോൾവ് ചെയ്യും വേണം. നേരത്തെ RT-PCR എന്നുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ NIV പൂനെയിലോ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അത്ര ആയിരക്കണക്കിന് ലാബുകളിലേക്ക് നമുക്ക് RT-PCRലേക്ക് എത്തിയല്ലോ. അതുപോലെ ഒരു സിസ്റ്റം ഇവോൾവ് ചെയ്യേണ്ട ഒരു സമയമാണിത്. ഈ ജനറ്റിക് സർവൈലൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അല്ലേ? ഇതിവിടെ പറയുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്പം സ്ട്രെയിനുകൾ, ഈ പുതിയൊരു സ്ട്രെയിൻ വരുന്നു, ആ സ്ട്രെയിൻ എന്തുകൊണ്ടാണ് ലോകത്ത് പടരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ വേഗത കുറക്കുന്നത്? കാരണം ഈ നമ്മുടെ ഈ മ്യൂട്ടേഷൻസിന് ഒരു സ്വഭാവമുണ്ട്, ഒരു അക്യുമുലേഷൻ സ്വഭാവം. ഈ മ്യൂട്ടേഷൻസ് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു വാക്സിനെ നമുക്ക് കടക്കുന്ന രീതിയിലേക്ക് മ്യൂട്ടേഷൻസ് എത്തണമെങ്കിൽ വലിയ പാടാണ്. അതിപ്പോൾ ഒരു ഫ്ലൂ വൈറസ് പോലും ഒരു 6-7 വർഷം കൊണ്ടാണ് ഒരു വാക്സിൻ കടക്കാനുള്ള ഒരു എമൗണ്ട് ഓഫ് മ്യൂട്ടേഷൻസ് അത് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ അക്യുമുലേഷന്റെ വേഗത കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ അകത്ത്, ഈ റെസ്ട്രിക്ഷൻസിൻ്റെ അകത്തുണ്ട്. യെസ്. ഇവിടെ നമ്മൾക്കൊപ്പം ഡോക്ടർ അഷീൽ, ഡോക്ടർ പത്മനാഭ ഷെണായ്, ഡോക്ടർ അശ്വതി, ഇവരാണ് ഇവർക്കൊപ്പം ഇപ്പോൾ ചർച്ചയിലേക്ക് ഡോക്ടർ വി രാമൻകുട്ടി കൂടി ചേരുകയാണ്, കേരളത്തിലെ പ്രമുഖനായ പൊതുജനാരോഗ്യ വിദഗ്ധൻ. ഡോക്ടർ, ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വിവരങ്ങൾ വളരെ ലളിതമായി ഇതാണ്. സാധാരണ ഈ വൈറസിനേക്കാൾ 70% അധികം പടർന്നു പിടിക്കാൻ കഴിയുന്നു ഈ UK സ്ട്രെയിന് എന്ന് പറയുന്ന വിവരങ്ങൾ, ഗവേഷണ ഫലങ്ങളുടെ ഇപ്പോഴത്തെ സൂചന അതാണ്. ആ വിധത്തിലൊക്കെ നോക്കിയാൽ ഒരു ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ചാണ് ഇവരൊക്കെ സംസാരിച്ചു വന്നത്. നമ്മൾ അങ്ങനെ ഒരു വലിയ അപകടകരമായൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. അങ്ങനെ അസാധാരണമായ ഒരു ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഈ കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ? വരുന്ന വിവരങ്ങളും ജേർണലുകളും നൽകുന്ന ഒരു സൂചന താങ്കളെ സംബന്ധിച്ച് എങ്ങനെയാണ്, ഡോക്ടർ വി രാമൻകുട്ടി? ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ വൈറസിന്റെ ജനിതകമായ മാറ്റങ്ങളെ കുറിച്ച് പറയാൻ അത്രയ്ക്ക് യോഗ്യനായ ഒരു എക്സ്പേർട്ട് അല്ല. ഞാൻ പൊതുജനാരോഗ്യ വിദഗ്ധനാണെങ്കിലും വൈറോളജിയിൽ അത്ര അല്ല വലിയ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറഞ്ഞ പോലെ UK ഒരു ജനിതക മാറ്റം, UK ഉണ്ടായിട്ടെന്ന് പറയപ്പെടുന്ന ജനിതക മാറ്റം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ്. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് നല്ല കൃത്യമായ ഒരു മെസ്സേജാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കണം. പക്ഷെ അതുകൊണ്ട് നമുക്കിനി അത് വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിന്റെ ഒരു 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 പരിചയത്തിന്റെ ഒരു ബേസിസിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നേരത്തെയുള്ള ഡോക്ടർ ഷീലൊക്കെ പറഞ്ഞതുപോലെയുള്ള കൃത്യമായ മുൻകരുതലോടുകൂടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നേരിടാൻ സാധിക്കും. ഇത് പൊതുവേ ഈ തരത്തിലുള്ള വൈറസുകളുടെ ഇപ്പോൾ ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു വകഭേദമാണ് ഈ SARS-CoV എന്ന് പറയുന്ന വൈറസും. അപ്പൊ അതിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആണ് അത്. ഇപ്പോൾ ഇൻഫ്ലുവൻസയുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇൻഫ്ലുവൻസ ഇമ്മ്യൂണൈസേഷൻ വാക്സിൻസ് എല്ലാ സീസണിലും അവർ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം വൈറസ് മാറുന്നതനുസരിച്ച് അത് മാറിയാലേ പറ്റൂ. അപ്പോൾ ആ രീതിയിലേക്ക് ചിലപ്പോൾ നമ്മൾ മാറേണ്ടി വരും. ഇപ്പോൾ വാക്സിൻ്റെ കാര്യത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വാക്സിൻ ചിലപ്പോൾ അടുത്ത തവണ അടുത്ത ബാച്ച് വേറൊരു രീതിയിലായിരിക്കും, നമുക്കറിയാൻ പാടില്ല. പക്ഷെ അതിന് നമുക്ക്
തയ്യാറായിരിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അതേ സമയത്ത് നമുക്ക് അസാധ്യമായ കാര്യവും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ രാമൻകുട്ടി, അതായത് ഇപ്പോൾ കൂടുതൽ വേഗം പടർന്നു പിടിക്കാൻ കഴിയുന്ന നിലയിലുള്ളൊരു ജനിതക മാറ്റമാണ് എന്ന് പറഞ്ഞാലും അത് കൂടുതൽ അപകടകാരിയാവണം എന്നുണ്ടോ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഗുരുതരമായ മറ്റു രോഗങ്ങളിലേക്ക് മാറുന്നതിന് ഇത് കാരണമാകുമോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ ആളുകളിൽ ഉണ്ടാവാനിടയുണ്ടല്ലോ. േണ്ട കാര്യമില്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്കും തോന്നുന്നത്. ഞാനൊരു ക്ലിനിഷ്യൻ അല്ല, അതുകൊണ്ട് എൻ്റെ പൊതുജനാരോഗ്യ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാൻ പറ്റുന്നതാണ്. നമ്മൾ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല, പക്ഷെ അതേ സമയത്ത് കരുതൽ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മെസ്സേജ്. ശരി, ഞാൻ എല്ലാവരിലേക്കും വരാം. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി കെ ശൈലജ കൂടി ചേരുന്നുണ്ട്. ടീച്ചർ സ്വാഗതം. ഇപ്പോൾ ഡോക്ടർ വി രാമൻകുട്ടിയും മുഹമ്മദ് അഷീലും അതുപോലെ തന്നെ ഡോക്ടർ പത്മനാഭ ഷേണായും ഡോക്ടർ അശ്വതിയും ഒക്കെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഭയപ്പെടേണ്ട, പക്ഷേ നല്ല ജാഗ്രത വേണം. നമ്മൾ കോവിഡിൻ്റെ ഒരു ആദ്യ ഘട്ടത്തിലേക്കൊക്കെ ചെയ്തതുപോലുള്ള വളരെ കൃത്യമായ ജാഗ്രത വേണം എന്ന് പറയുമ്പോൾ സർക്കാർ ഇപ്പോഴെടുക്കുന്ന ഒരു കേന്ദ്ര നിർദ്ദേശങ്ങളുടെയും ICMRൻ്റെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലെടുക്കുന്ന മുൻകരുതൽ, വളരെ പ്രകടമായി എടുത്തിട്ടുള്ള സ്റ്റെപ്സ് മിനിസ്റ്റർക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? പങ്കുവെക്കാൻ ആളുകളുമായി പങ്കുവെക്കാവുന്നത്. ഇതിന്റെ പുതിയ ജനിതക മാറ്റം സംഭവിച്ച പുതിയ സ്ട്രെയിനിനെ കുറിച്ച് എന്നേക്കാൾ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളുകളാണ് ഡോക്ടർ രാമൻകുട്ടിയും അതുപോലെ ഇത് പങ്കെടുത്തിട്ടുള്ള ഷീലും ഷേണായിയും ഒക്കെ എല്ലാവരും. അതെ, പിന്നെ ആരൊക്കെയാണ് 4 പേര് പങ്കെടുത്ത് അവസാനം പറഞ്ഞു തരാൻ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പിന്നെ ഡോക്ടർ അശ്വതി ഒക്കെ. അപ്പോ അവര് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഒരുപാട് വല്ലാതെ ഭയക്കേണ്ട ഒന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇത് പകർച്ചാശേഷി കൂടുതലുള്ളതാണ്, 70% കൂടുതൽ പകർച്ചാശേഷി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കൊറോണ വൈറസ് 2ന്റെ ആ ഒരു ഇത് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മളിപ്പോ സ്വീകരിക്കുന്ന അതിന്റെ പ്രിവെൻഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെയാണ്. പൂർണ്ണമായ പ്രിവെൻഷൻ ഇന്ന് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളിപ്പോ സ്വീകരിച്ചു വരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് പ്രധാനമായിട്ടും ഇത്തരം വൈറസ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ, പിന്നെ കാരിയർ ആയിട്ടുള്ള ആളുകളെ നിരീക്ഷിക്കുക, അവര് സിംറ്റംസ് ഉണ്ടെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോ പുതിയതായിട്ട് വരുന്ന ട്രെയിനിൽ കുറച്ചൊരു ആശങ്കപ്പെടാനുള്ളത് ഇത് അതിവേഗം സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സ്പ്രെഡിങ് തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കൂടുതൽ ശക്തമായ നടപടികളാണ്. ഇത് നേരത്തെ തന്നെ കേരളം സ്വീകരിച്ചു വരുന്നതാണ്. ബ്രേക്ക് ദ ചെയിൻ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പിന്നെ സർവൈലൻസ് ഉണ്ട്. ട്രേസ് ചെയ്ത് ആളുകളെ ക്വാറന്റൈൻ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു സമീപനം അത് തന്നെ തുടരും. അത് കുറച്ചും കൂടി കർശനമായി തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിപ്പോ ഇന്നലെ കാസർഗോഡും ഇന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെയും ഫിസിക്കലായിട്ടൊരു മീറ്റിംഗ് എടുത്തു. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം ഫിസിക്കലായിട്ട് മീറ്റിംഗ് എടുത്തിരുന്നില്ല, ഓൺലൈനായിട്ടാണ്. എന്നാൽ ഇപ്പൊ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് ഫിസിക്കലായിട്ടുള്ളൊരു മീറ്റിംഗ് എടുത്തു. മറ്റു ജില്ലകളിൽ സാധിക്കുന്നിടത്തോളം അവരെ നേരിട്ട്, അല്ലാത്തത് സെക്രട്ടറിയും അതുപോലെ ഡയറക്ടറും എല്ലാം ചേർന്നുകൊണ്ട് ഡയറക്ടറൊക്കെ ചേർന്നുകൊണ്ട് മീറ്റിങ്ങുകൾ എടുക്കുകയാണ്. ഈ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പിന്നെ UK അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇനിയിപ്പോ അങ്ങനെ മാത്രം പറഞ്ഞാൽ അർത്ഥമല്ല, ഇവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിലും ഇത് വന്നിട്ടുണ്ട്, കുറെ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. വെളിയിൽ നിന്ന് വരുന്ന ആളുകളെ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. 4 എയർപോർട്ടുകളിലും അതിന്റെ വ്യക്തമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. നമ്മളങ്ങനെ സ്ക്രീൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇന്നലെ വൈകുന്നേരം വരെ, ഇന്നത്തെ അവസാനത്തെ കണക്കിന് കിട്ടിയിട്ടില്ല, 18 പേര് പിന്നെ പോസിറ്റീവായിട്ടുണ്ട്. ഇത്തരം പുതിയ സ്ട്രെയിൻ കണ്ടിട്ടുള്ള പിന്നെ പ്രദേശങ്ങളിൽ നിന്ന് വന്ന 18 പേര് പോസിറ്റീവായിട്ടുണ്ട്. എന്നാൽ അത് പുതിയ ഈ പിന്നെ മ്യൂട്ടേഷൻ സംഭവിച്ച പിന്നെ വൈറസ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടാണുള്ളത്. അതിന്റെ റിസൾട്ട് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടില്ല. ഇന്ന് കേന്ദ്രമന്ത്രി പിന്നെ പറഞ്ഞിട്ടുള്ളത് 6 പേര് ഇത്തരത്തിലുള്ള പുതിയ സ്ട്രെയിൻ കണ്ടെത്തിയ 6 പേരിൽ എന്നുള്ളതാണ്. അത് ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ മറ്റേ നിന്നും ടെസ്റ്റ് ചെയ്താണ്. ഒന്ന് പിന്നെ പൂനെയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ റിസൾട്ട് ഈ 18 ഏതെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ എന്നുള്ളത് കിട്ടുന്നത് വരെ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അഥവാ കിട്ടിയാലും ഇതുവരെ സ്വീകരിച്ചുള്ള സമീപനങ്ങൾ തന്നെ സ്വീകരിക്കാനുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് കുറച്ചും കൂടി കർശനമായി സ്പ്രെഡിങ് ഒഴിവാക്കാനുള്ള നടപടികൾ. അതില് പ്രധാനം ബ്രേക്ക് ദ ചെയിൻ തന്നെയാണ്. മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, 2 മീറ്റർ അകലം പാലിക്കുക, കൂട്ടായ്മകൾ പരമാവധി ഒഴിവാക്കാനാണ്. ഇപ്പൊ ന്യൂ ഇയറിന്റെ ഒക്കെ കൂട്ടായ്മകൾ നന്നായിട്ട് ഒഴിവാക്കണമെന്നാണ് ഇപ്പോ
ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറയുകയുണ്ടായി. ഓരോരുത്തരും ഒരു സെൽഫ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഈ അത്യാവശ്യം ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുമാണ് ലോക്ക്ഡൌൺ പിൻവലിക്കുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുക. മിനിസ്റ്റർ, ഒന്നുകൂടി ഞാനൊന്ന് ആവർത്തിച്ച് ചോദിച്ചാൽ, ഈ പുതുവത്സര ആഘോഷത്തെക്കുറിച്ച് എന്താണ് ആരോഗ്യമന്ത്രിക്ക് പൊതുവിൽ നാട്ടുകാരോട് പറയാനുള്ളത്? പുതുവത്സരാഘോഷങ്ങളെ കുറിച്ച് അത് വളരെ വ്യക്തമാണ്. പുതുവത്സരാഘോഷം വളരെ വലിയ കൂട്ടായ്മകൾ ഉണ്ടാകാനോ ആ രീതിയിലുള്ള രാത്രി പുലരുവോളമൊക്കെയുള്ള അങ്ങനെയുള്ള കൂട്ടായ്മയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള പുതുവത്സരാഘോഷ പരിപാടികൾ ഇപ്പോൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. ആഘോഷമെല്ലാം വളരെ പരിമിതമായിട്ട് വീട്ടിനകത്ത്, അതുപോലെ തന്നെ വളരെ പരിമിതമായി അകലങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ചെറിയ ചടങ്ങുകൾ, അതിലേക്ക് ഇത്തവണത്തെ പുതുവത്സരാഘോഷം ഒതുക്കണമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ സ്ട്രെയിൻ കൂടി കണ്ടെത്തിയതോടുകൂടി നമ്മൾ ചെറിയൊരു ആശങ്ക നമുക്കുണ്ട്, വല്ലാതെ പകർച്ച ഉണ്ടാകുമോ എന്നുള്ളത്. അതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് കേരളം അല്ലേ മിനിസ്റ്റർ, അതായത് ഒരു ആശങ്ക ശരിയായ തരത്തിൽ കേരളത്തിനുമുണ്ട് അല്ലേ? ഉണ്ട്. എല്ലാ ലോകത്തിലാകെ ഉള്ളത് പോലെ തന്നെയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വല്ലാതെ ഭയപ്പെട്ട് എല്ലാത്തിനും മാറി നിൽക്കണമെന്നില്ല. പരിമിതമായ തോതിലും ആൾക്കൂട്ടം അധികം ഉണ്ടാകാത്ത രീതിയിൽ അകലം പാലിച്ചും മാസ്ക് ധരിച്ചും എല്ലാ കോവിഡ് പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ മാത്രമേ നടത്താവൂ എന്നാണ് പറയാനുള്ളത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതിനുശേഷം എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ തന്നെ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ തന്നെയാണ് ആളുകളോട് ഈ സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കും കൂടി മിനിസ്റ്ററോട് പറയാനോ സംസാരിക്കാനോ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടിയാകാം എന്ന് ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം, ഈ നിയന്ത്രണങ്ങൾ എന്നത് സർക്കാർ നിർദ്ദേശിച്ച് നടപ്പാക്കുന്നതിനല്ല ഇപ്പോൾ സർക്കാർ ശ്രദ്ധിക്കുന്നത്. ആളുകൾ അവർ തന്നെ അതിന് വിവേചന ബുദ്ധിയോടുകൂടി തയ്യാറെടുക്കണമെന്ന നിലയിലാണ് ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുൻപ് കഴിഞ്ഞ കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെയായിരുന്നില്ല. ശക്തമായ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജനജീവിതം ഏതാണ്ട് ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് മാറി എന്നത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഈ വ്യാപനം തടയുന്നതിന് ഈ സാമൂഹ്യ അകലം പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ പ്രതിബന്ധം കൂടിയല്ലേ, വലിയൊരു ബുദ്ധിമുട്ടും വെല്ലുവിളിയും നിറഞ്ഞ സാഹചര്യമല്ലേ? ഒപ്പം ഒരു കാര്യം കൂടി, വാക്സിൻ എന്നത് നമ്മുടെ ആളുകൾ കാത്തിരിക്കുന്ന ഒന്നാണ്. അതെ, ഏത് തരത്തിലായാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ വാക്സിൻ ഇല്ലാത്തിടത്തോളം കാലം എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളും ഒരു വെല്ലുവിളിയാണ്. അതിനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി വാക്സിൻ കണ്ടുപിടിച്ചാലും നമ്മൾ ഈ പകർച്ചവ്യാധികൾ തടയാതിരിക്കാൻ ഓരോ വ്യക്തിയും അവനവനെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ വാക്സിൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ തോതിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ട് ഇതിന്റെ പകർച്ച കുറച്ചു കൊണ്ടുവരാനും മരണനിരക്ക് കുറക്കാനും സാധിക്കും. അതുവരെ നമ്മൾ ഓരോ വ്യക്തിയും വളരെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വലിയ ശതമാനം ആളുകൾ പറയുന്നത് അനുസരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വല്ലാത്തൊരു സർജ് ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത മഹാഭൂരിപക്ഷ ആളുകളും മാസ്ക് ധരിക്കുകയും സാനിറ്റൈസറുകളൊക്കെ ഉപയോഗിക്കണം. മീറ്റിംഗ് സ്ഥലത്തൊക്കെ മൈക്കൊക്കെ ശരിക്കും ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്തയാൾ സംസാരിക്കുന്നതൊക്കെ കണ്ടത്. എന്നാൽ എല്ലായിടത്തും ഇത് പാലിച്ചു എന്നുള്ളതല്ല. ഇതൊന്നും പാലിക്കാത്തടത്ത് രോഗപകർച്ച ഉണ്ടായിട്ടുണ്ട്. എത്രയെങ്കിലും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ആരും പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു വർധനവുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിലെ ഒരു നല്ല ശതമാനം ജനങ്ങൾ ഇത് പാലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥ. അത് തന്നെ എല്ലാവരും പാലിച്ചാൽ നമുക്ക് ഇത് ചെറുത്തു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ജനങ്ങളോടുള്ള ഒരു അപ്പീലാണ്. അതേസമയത്ത് ജനങ്ങൾ ഇത് അവരുടെ കടമയായിട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ് കാണാനുള്ളത്. ഉത്തരവാദിത്തമാണ്. നമുക്ക് നമ്മളെയും രക്ഷിക്കണം, ഈ സമൂഹത്തെയും രക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ഗവൺമെന്റ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. മിനിസ്റ്റർ, ഞാൻ ഇടയിൽ ഒരു കാര്യം ചോദിച്ചിരുന്നു, വാക്സിൻ സ്റ്റെപ്സ് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ആളുകൾ മിനിസ്റ്ററിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതുകൂടിയാവുമല്ലോ. അതെ, വാക്സിൻ നമുക്കിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് നമ്മുടെ ഷെയർ തരേണ്ടത്. നമുക്ക് നേരിട്ട് അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അധികാരം ഇപ്പോഴില്ല. നാളെ സംസ്ഥാനങ്ങളെ അതിനെ അനുവദിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം എടുത്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് വാക്സിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ അത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. ഇവിടെ വാക്സിൻ വന്നാൽ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ പ്രിയോറിറ്റി, അത് ICMR ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള പ്രിയോറിറ്റി തന്നെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അങ്ങനെ ആളുകളെ പ്രിയോറിറ്റൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ അതിന്റെ പ്രിയോറിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മോക്ക് ഡ്രില്ലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ വന്നാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മോക്ക് ഡ്രില്ലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുകയാണ്. വാക്സിൻ കിട്ടിയാൽ നമുക്ക്
പ്രിയോറിറ്റി ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രിയോറിറ്റി ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് വാക്സിൻ കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും സ്റ്റാഫിനെയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയുമാണ്. കേന്ദ്ര സർക്കാർ ഈ വാക്സിൻ സപ്ലൈ ചെയ്യുന്നതിൽ സ്റ്റേറ്റുകൾക്കൊരു പ്രയോറിറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ വന്നാൽ നമ്മൾക്ക് ഏത് ഘട്ടത്തിൽ എപ്പോൾ പ്രതീക്ഷിക്കാം എന്ന് സംബന്ധിച്ചൊരു എന്താണ് മിനിസ്റ്ററുടെ ഒരു ഊഹം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്? അതായത് സ്റ്റേറ്റുകൾക്ക് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് പ്രിയോറിറ്റി വെച്ചത് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് പ്രിയോറിറ്റി കിട്ടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനമാണ് കേരളം. തിക്ലി പോപ്പുലേറ്റഡ് ആണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 പേരാണ് കേരളത്തിൽ. ഇന്ത്യയുടെ ശരാശരി 460 മറ്റേ ഉള്ളൂ. അപ്പോൾ വൾണറബിലിറ്റി ചിലത് കേരളത്തിന് വളരെ കൂടുതലാണ്. ഒന്ന് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി, മറ്റൊന്ന് ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഈ ജീവിതശൈലി രോഗങ്ങളും ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. പിന്നെ മറ്റൊരുപാട് ഗുണകരമായിട്ടുള്ള അവസ്ഥ കേരളത്തിലുണ്ട്. നല്ല പബ്ലിക് ഹെൽത്ത് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എഡ്യൂക്കേറ്റഡ് ആണ് ജനങ്ങൾ, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ 3 വൾണറബിലിറ്റീസ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് വാക്സിൻ വരുമ്പോൾ പ്രഥമ പരിഗണന തരേണ്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് പ്രിയോറിറ്റി നിശ്ചയിച്ചതെന്നറിയില്ല. അത് കേരളത്തിന് പ്രിയോറിറ്റി തരാൻ അർഹതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. മിനിസ്റ്റർ, ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ യാത്രയിലാണെന്ന് എനിക്കറിയാം. റേഞ്ച് ഉണ്ട് എങ്കിൽ നമ്മുടെ ഈ ഡോക്ടേഴ്സിന് ഇത് കേട്ടതുകൊണ്ട് താങ്കളോട് പറയാനുള്ളതോ സംസാരിക്കാനുള്ളതോ ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. ഡോക്ടർ രാമൻകുട്ടി, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മിനിസ്റ്റർ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആശങ്ക നല്ല നിലയ്ക്കുണ്ട്. ആ ആശങ്ക കരുതി തന്നെ മുന്നോട്ട് പോകണം. വാക്സിൻ്റെ കാര്യത്തിലുള്ള മിനിസ്റ്റർ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ സാമൂഹ്യ അകലമൊക്കെ പാലിക്കണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ റേഞ്ച് കിട്ടൂല, അതുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവില്ലേ? ഒരു നിമിഷം ഒന്ന് നോക്കാം. ഡോക്ടർ രാമൻകുട്ടി, മിനിസ്റ്റർ പറഞ്ഞത് കേട്ടുകൊണ്ട് താങ്കൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് എന്താണ്? ഇല്ല, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വളരെ ശരിയായ കാര്യങ്ങളാണ്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കാണുന്നത് നമ്മുടെ ഒരു സാധാരണ പൗരൻ നിലയിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഇത് കാര്യങ്ങളൊക്കെ നോർമലായി എന്നൊരു ബോധമുണ്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അവര് പഴയ റോഡിലൊക്കെ ഒരുപാട് ആളുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജാഗ്രത വേണം എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചോളം, അത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് എത്രത്തോളം അത് ശരിയായിട്ട് പാലിക്കാൻ സാധിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതുവരെയൊക്കെ നമുക്ക് എത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുക എന്നുള്ളതല്ലാതെ വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അത് തീർച്ചയായും നമ്മൾ നിരന്തരം ഓരോ ഘട്ടത്തിലും വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹം അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹം മാത്രമല്ല, നമ്മുടെ ആരോഗ്യവകുപ്പിനെ അത്രമേൽ കരുതലോടെ ആളുകളും ലോകവും കാണുന്ന സമയമാണ്. മിനിസ്റ്റർ ഡോക്ടർ രാമൻകുട്ടി പറഞ്ഞൊരു കാര്യം, നമ്മുടെ സംവിധാനം അതിൻ്റെ പ്രയോഗവൽക്കരണമൊക്കെ വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൊന്നും ഒരു ആശങ്കയുമില്ല. പക്ഷേ ഒരു കോംപ്ലക്സ് ആയ ഒരു പുതിയ ജനജീവിത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ, നമ്മൾ കാണേണ്ട ഒരു കാര്യം അതുകൂടിയാണ് ഈ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്ന് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്, അല്ലേ? അതെ 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 ഡോക്ടർ എപ്പോഴും ഞങ്ങളുടെ തന്നെ ഉണ്ട്. പിന്നെ ഡോക്ടർ അടങ്ങിയിട്ടുള്ള വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒരു അഡ്വൈസ് അനുസരിച്ചാണ് ഞാനൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ അതാണ് ഒരു ആശ്വാസവും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ ഡോക്ടർ രാമൻകുട്ടിയെ പോലുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. നമ്മൾ ആശങ്കയില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വൈറസാണ്. അതും ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജനിതക മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോഴുള്ള ആശങ്ക നമുക്കുണ്ട്. എന്നാൽ ഭയപ്പെട്ട് മാറി നിൽക്കാനല്ല, നമ്മുടെ സംവിധാനത്തെ ആകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇവിടെ സംസാരിക്കുന്ന എല്ലാ ഡോക്ടർമാരും, പ്രത്യേകിച്ച് ഡോക്ടർ രാമൻകുട്ടി നമ്മുടെ ഒരു എക്സ്പേർട്ട് ടീമിന്റെ ഭാഗമായിക്കൊണ്ട് അതത് സമയത്ത് നമുക്കെല്ലാ നിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ അഷീദും ഇതിന്റെ എല്ലാ ടെമ്പറേച്ചർ ചേഞ്ചും ഒക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഷെണായി വളരെ വളരെ വിശകലനം ചെയ്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഡോക്ടറാണ്. അശ്വതിയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഒരു ആശ്വാസം. അത് ഞാൻ അങ്ങനെ തന്നെ കാണുന്നു. നമുക്ക് ഒരുമിച്ച് ഇതിനെ നേരിടാൻ സാധിക്കും. ജനങ്ങളും കൂടെ നിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ ഡോക്ടർ അശ്വതി, മിനിസ്റ്റർ ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളിൽ അശ്വതിയുടെ ഒരു കീ കൺസേൺ ഉണ്ടെങ്കിൽ അതൊന്ന് വേഗത്തിൽ അവതരിപ്പിച്ചോളൂ.
ഇല്ല, നമ്മള് ഇത്രയും നല്ലൊരു മിനിസ്റ്റർ ഉള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട, എന്തിനാണ് നമ്മള് എന്താ പറയാ കഷ്ടപ്പെട്ടേ ടെൻഷൻ പറ്റൂ. അടിക്കുന്നത് പറയാനുള്ളൂ. അതെല്ലാം മിനിസ്റ്ററുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ഡോക്ടർ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നമ്മൾ കഷ്ടപ്പെടണം. ഇത് അതെ. ശരത്തെ, ഇത് എത്തും. actually ഇത് ഡോക്ടർ പറയുമ്പോ നല്ല മിനിസ്റ്റർ എന്ന് പറയാൻ വല്ല കാരണം ഉണ്ടെങ്കിൽ അത് അശ്വതി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ മാത്രം അതെ, ഭാഗമായി അതെ. നോക്കൂ. ഇവരാരും വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്നെ ആരെങ്കിലും നല്ലതെന്ന് പറയോ? അതുകൊണ്ട് ടീം തന്നെയാണ് കരുത്ത്. അത് കേരളത്തിന്റെ ടീമിനെ കുറിച്ച് വെളിയിലുള്ളവരെല്ലാം നോക്കുകയാണ്, ഒരു നല്ല ടീം വർക്ക് നടക്കുന്നു എന്നുള്ളത്. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഇവരെല്ലാം അടക്കമുള്ള ആളുകളാണ്. തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ ടീമിൻ്റെ സ്ട്രെങ്ത് ആണ് ടീം ലീഡർ എന്ന നിലയിൽ മിനിസ്റ്ററും ആ ടീം ലീഡർ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് സർക്കാരിനും കിട്ടുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസവും അതിന് കിട്ടുന്ന നല്ല അംഗീകാരവും. ഡോക്ടർ ഷെനായ്, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ ഈ കോൺടാക്ട് ട്രേസിൻ്റെ വളരെ ഗൗരവമുള്ളൊരു ഏരിയയിലാണ്, ഒരു കാലത്താണ് നമ്മളെന്ന് താങ്കൾ പറഞ്ഞതിൻ്റെ ഓർമ്മയിലുണ്ട്. മിനിസ്റ്റർ പറഞ്ഞത് വെച്ച് കീ കൺസേൺ ഡോക്ടറെ സംബന്ധിച്ച് വളരെ ഈ സ്റ്റാറ്റിസ്റ്റിക്കലായി തന്നെ ഇതിൻ്റെ ഓരോ ദിവസത്തെയും ഗ്രോത്തിനെ അനലൈസ് ചെയ്യുന്ന നിലയിലാണ് ഡോക്ടർ ഈ വിഷയത്തിൽ ശ്രദ്ധയോടുകൂടി ആളുകൾ താങ്കൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നത്. നേരത്തെ മിനിസ്റ്ററും പറഞ്ഞതാണ്, ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന ആഴ്ചകൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മിനിസ്റ്റർ സംസാരിച്ചതിൽ നിന്ന് താങ്കൾക്ക് പറയാനുള്ളതോ അവതരിപ്പിക്കാനുള്ളതോ? എനിക്ക് ടീച്ചറിനോട് ആദ്യം പറയാനുള്ളത്, ഇതുവരെ നമ്മൾ വളരെ നന്നായിട്ട് ചെയ്തു. എനിക്ക് ചെറിയൊരു സജഷൻ ഉള്ളത്, നമ്മുടെ ഈ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്, അതായത് പുതിയ സ്ട്രെയിൻസ്, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ടീച്ചർ കേട്ട് കാണുന്നത്. അതുകൊണ്ട് പറയാം, ജനറ്റിക് സീക്വൻസിങ് നടത്താനുള്ള കേപ്പബിലിറ്റി ഇന്ത്യയിൽ വളരെ കൂടുതലായിട്ട് ലാബ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ റാൻഡമായിട്ട് സാമ്പിൾ എടുത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1% സാമ്പിൾസ് എങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വ്യാപനം എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ സ്ട്രെയിൻ കേരളത്തിൽ ഇന്ത്യയിൽ വന്നിരിക്കാൻ സാധ്യത കൂടുതലാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഒരു ജനറ്റിക് സീക്വൻസിന് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഗവൺമെന്റ് ലാബ്സിനാണ് വെച്ചത്, കുറച്ച് പ്രൈവറ്റ് ലാബ്സ്, ഹൈ എൻഡ് ലാബ്സിന് ഈ സീക്വൻസിങ് കേപ്പബിലിറ്റീസ് ഉണ്ട്. കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അതുകൂടി യൂട്ടിലൈസ് ചെയ്ത് ഈ അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. എനിക്കറിയാം അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരുന്നു തോന്നുന്നു. മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടിരുന്നോ? എനിക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ പറയാമോ? അദ്ദേഹം പറഞ്ഞത് നമ്മൾ എന്താണ് ഡോക്ടർ ഷെനായ് ജനറ്റിക് സീക്വൻസിങ് ചെയ്യാനുള്ള പ്രൈവറ്റ് ലാബ്സിൽ കേപ്പബിലിറ്റീസ് ഉണ്ട്, അതുപോലെ പല ഗവൺമെന്റ് ലാബ്സിലുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് 1% താഴെയാണ്. അപ്പൊ അത് കുറച്ച് കൂട്ടിയിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെടുത്ത് ഇപ്പൊ ഏത് സ്ട്രെയിൻ ആണ് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള സ്റ്റഡി ചെയ്യാനുള്ള ഒരു പുതിയ ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിച്ചാൽ നല്ലതായിരുന്നു എന്നുള്ളതായിരുന്നു. മിനിസ്റ്റർ, അതായത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ കേരളത്തിൽ ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്നത് ഏത് സ്ട്രെയിൻ ആണെന്ന് ഒന്ന് പരിശോധിക്കണമെന്നുള്ള രീതിയിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള അതെ, നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഷെനായ് ഇത് അറിയുന്നതാണെന്ന് തോന്നുന്നു. നമ്മള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ശാന്തിനി, നമ്മുടെ വിനോദ് സ്കറിയ ഒക്കെ ചേർന്നിട്ടുള്ള ഡൽഹിയിൽ നമ്മളൊരു ഒരു റിസർച്ചിന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ UK സ്ട്രെയിൻ ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് ഒരു റിസർച്ച് നേരത്തെ ഡോക്ടർ അഷീൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എല്ലാ ജില്ലകളിലും ഇപ്പൊ എടുക്കുന്നുണ്ട് സാമ്പിൾ. എല്ലാ ജില്ലകളിൽ നിന്നുള്ള സാമ്പിൾ എടുത്തുകൊണ്ട് ഇത് എങ്ങനെയുള്ള ഏതൊക്കെ സ്ട്രെയിൻ ആണ് ഇവിടെ വ്യാപിക്കുന്നത് എന്നുള്ളൊരു അനാലിസിസ് നടക്കുന്നുണ്ട്. കുറച്ചും കൂടി സ്ട്രോങ് ആക്കാം. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു മൂർത്തമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്താം നമുക്ക്. വളരെയധികം നന്ദി ശ്രീമതി കെ ശൈലജ ടീച്ചർ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി, ഞങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കോവിഡിൻ്റെ ഈ ജനിതക മാറ്റം സംഭവിച്ച സാഹചര്യം നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഭയം കൂടാതെ, എന്നാൽ അതിൻ്റെ ആശങ്കകളെ കരുതി മുന്നോട്ട് പോകണം എന്ന നിലയിലുള്ള ഒരു സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്തതിന് വളരെയധികം നന്ദി. ഡോക്ടർ അഷീൽ, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു നിർത്തിയ അതേ പോയിന്റിൽ നേരത്തെ ഡോക്ടർ ഷെനായ് പറഞ്ഞ ആ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് വന്നിട്ടുള്ള ജനിതക മാറ്റം കോഴിക്കോട് കേന്ദ്രീകരിച്ച്, മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നമ്മൾ തന്നെ ഗവേഷണപരമായി തുടങ്ങി വെച്ചിട്ടുള്ളൊരു സംവിധാനമുണ്ട്. തീർച്ചയായും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. അത്തരം സാമ്പിളിങ്ങിൻ്റെയും ടെസ്റ്റിംഗ് റിസർച്ചിൻ്റെയും കാര്യം ഡോക്ടർ ഷെനായ് പറഞ്ഞ പോലെ ആണെങ്കിലും കേരളത്തിന് കൂടുതലായി സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് കൂടുതൽ റിസർച്ച് നടത്താൻ കഴിയുന്നതിൻ്റെ സാധ്യത വേണ്ടതല്ലേ? അത് ഒരു സൂചന മിനിസ്റ്റർ അതേക്കുറിച്ച് പറഞ്ഞെങ്കിലും കുറച്ച് അതൊന്ന് എലാബറേറ്റ് ചെയ്ത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സർവേ ജനറ്റിക് സർവേലൻസ് നടത്തുകയും ഒരു സാമ്പിൾ സർവേ നമ്മൾ നടത്തുകയുണ്ടായി. അതൊരു വളരെ ലോകത്ത് വളരെയധികം അംഗീകരിക്കപ്പെട്ട ഒരു സ്റ്റഡിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ടീം നടത്തിയൊരു സ്റ്റഡിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രെയിനുകളെ കുറിച്ചിട്ടും കുറേ അധികം സ്ട്രെയിനുകളെ കുറിച്ചിട്ട്, സ്ട്രെയിൻ മീൻസ് കുറേ അധികം മ്യൂട്ടേഷൻസിനെ കുറിച്ച് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുകയുണ്ടായി. നല്ല ജനറ്റിക് സ്റ്റഡി നടന്നു.
പക്ഷേ തുടർന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന് തുടർന്നും സ്റ്റഡികൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനുശേഷം 100 സാമ്പിളുകൾ ഓരോ 14 ജില്ലകളിലും 100 സാമ്പിളുകൾ മാസത്തെ എടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ ഷോണോയ് സാർ സൂചിപ്പിക്കേണ്ടത് അതിൻ്റെ എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിൻ്റെ സ്കോപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഈ ഇൻസാകോഗ് എന്നുള്ള അതായത് ഈ കൺസോഷ്യം ഇത് ഇന്ത്യൻ കൺസോഷ്യം ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഇന്ത്യൻ കൺസോഷ്യം രൂപീകരിക്കപ്പെട്ടിട്ട് ലാബിൻ്റെ കൺസോഷ്യം ആ കൺസോഷ്യം ഒന്ന് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട UK കൺസോഷ്യം എന്ന് പറയുന്നത് അവിടെ ലാബുകളുടെ ഒരു വലിയ ശൃംഖല ഏർപ്പെടുത്തുകയും അത് വലിയ രീതിയിൽ ആ സർവൈൽ ജനറ്റിക് സീക്വൻസിക്ക് വളരെ കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ചു അവിടെ 1,40,000 ആൾക്കാരെ സ്ട്രെയിനുകളാണ് ഇത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ അവിടെ ഈ അടുത്ത മാസങ്ങളിൽ ചെയ്തിരിക്കുന്നത്. 1,40,000 ആൾക്കാരുടെ ഇത് ആ ജനറ്റിക് സീക്വൻസിങ് ചെയ്യണമെങ്കിൽ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ശൃംഖല രൂപീകരിച്ചത്. കേരളം അക്കാര്യത്തിൽ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു ജനറ്റിക് സർവേ ഇത് സ്റ്റഡി ആരംഭിച്ചതാണ്. റിസർച്ച് സ്റ്റഡി ഇന്ത്യയിൽ കേരളം ചെയ്യുന്ന സമയത്ത് ആദ്യം ഇന്ത്യയാണ് ചെയ്തത്, കേരളമാണ് ചെയ്തത്. അത് ചെയ്തതിനെ തുടർന്ന് തന്നെ ആ ഒരു സ്റ്റഡി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള കണ്ടിന്യൂസ് സ്റ്റഡി എന്ന രീതിയിൽ ICMR ഒക്കെ അതിനുള്ള സപ്പോർട്ട് നൽകുകയും ഇപ്പോൾ ആ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പം ആക്ച്വലി ഒരു റിസർച്ച് സ്റ്റഡി ഓൾറെഡി നടക്കുന്നുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ടീമും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ICMR എല്ലാം ചേർന്നുകൊണ്ട് പഠനം നടത്തുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഇനി ഇതിന്റെ സ്കോപ്പ് കൂടുതൽ സാമ്പിളിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ സാമ്പിളിംഗ് ഒരു വശത്ത്, അതേ വശത്ത് ആ റിസർച്ച് സ്റ്റഡിയിൽ ഉപരിയായിട്ട് സ്റ്റഡിയും സർവൈലൻസ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് റിസർച്ച് സ്റ്റഡിയാണ്. ആ റിസർച്ച് സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സാമ്പിൾ എടുത്ത് ആ സാമ്പിളിനെ പരിശോധിക്കുകയാണ്. അത് ഒരു അക്കാഡമിക് പർപ്പസും അതുകൂടാതെ ഒരു കുറച്ചുകൂടി ദീർഘമായിട്ടുള്ള ഒരു പർപ്പസാണ് ഉള്ളത്. അതേസമയം സർവൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ഗോയിങ് മോണിറ്ററിംഗ് ആണ്. നമ്മൾ ടെസ്റ്റിംഗ് പോലെ ഈ ജനറ്റിക് സർവൈലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതാണ് ഇപ്പം ചിന്തിക്കുന്ന ഒരു ഇൻസാകോഗ് എന്നുള്ള അടക്കം ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച സംവിധാനം കൺസോഷ്യം അടക്കം പറയുന്നത്. ആ കൺസോഷ്യം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ആ കൺസോഷ്യം ഇനി വരും ദിവസങ്ങളിൽ വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത് വിപുലീകരിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഈ പ്രത്യേകിച്ച് ഈ പല സ്ട്രെയിനുകളും പലയിടത്തും ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ മറ്റൊരു സ്ട്രെയിൻ ഡിറ്റക്ട് ചെയ്തു, സമാനമായിട്ടുള്ള മറ്റൊരു സ്ട്രെയിൻ, എന്നാൽ സമാനമായിട്ടുള്ള സ്ട്രെയിനാണ്, പക്ഷേ സെയിം സ്ട്രെയിൻ അല്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും എവിടെയൊക്കെ നമ്മൾ സർവൈലൻസ് നടത്തുന്നുണ്ടോ അവിടെയൊക്കെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനറ്റിക് സർവൈലൻസ് എന്നുള്ള സാധനം സർവൈലൻസ് ഘട്ടത്തിൽ വരുമ്പം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആ കൺസോഷ്യത്തിലൂടെയാണ് അത് ചെയ്യേണ്ടി വരിക. ഇവിടെ ഡോക്ടർ രാമൻകുട്ടി, ഈ ഒരു പൊതുജനാരോഗ്യ പരിസരത്ത് നിന്ന് നോക്കിയാൽ ഇപ്പോൾ തന്നെ നമ്മൾ കോവിഡ് വന്ന കാലം മുതൽ തന്നെ ഇപ്പോൾ സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹ്യ അകലം പാലിക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു. അത് കുറേയൊക്കെ നമ്മൾക്ക് ശക്തമായി തന്നെ ഫലപ്രദമായി പാലിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണം കേരളത്തിന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ മാറ്റത്തിനനുസരിച്ച് ഈ പ്രോട്ടോക്കോൾ ഏതെങ്കിലും തരത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശാരീരിക അകലത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഈ വൈറസിന് വന്ന മാറ്റത്തിനനുസരിച്ച് പകരാനും പടരാനും ഒക്കെയുള്ള സാഹചര്യം കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് ഈ പുതിയ ഭീഷണിയിൽ നിന്ന് മറികടക്കാൻ, അതിനെ നേരിടാൻ കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ആലോചന വേണ്ടതാണോ? എനിക്ക് തോന്നുന്നത് അതിൽ ബേസിക് ആയിട്ടുള്ള മെസ്സേജിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം സാമൂഹ്യ അകലം പാലിക്കുക, കൂട്ടം കൂടുന്നത് മുഴുവനായിട്ട് ഒഴിവാക്കുക, അതുപോലെ മാസ്ക്, കൈ കഴുകൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൽ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഇത് എനിക്ക് തോന്നുന്നു ഇത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി കൂടുതൽ പഴയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ചാലഞ്ചാണ്. അപ്പൊ ഒന്നുകൂടി നമ്മൾ ഒരു പുതിയ ഒരു വൈറസ് മ്യൂട്ടേഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. പൊതുജനാരോഗ്യത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ ഇത്രയും മാസങ്ങളായിട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചിരുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ സാധാരണ മനുഷ്യർ. അവരുടെ ജീവിതം പലതരത്തിലും ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് തിരിച്ച് നമ്മൾ പോകണം എന്ന് പറയുന്നത് അത് വലിയൊരു ചാലഞ്ചാണ്. അത് പക്ഷേ ആ ഒരു മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ മാർച്ചിലോ ഏപ്രിലോ ഉണ്ടായിരുന്ന രീതിയിലേക്ക് പോകണം എന്നല്ല. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു കരുതൽ വേണം. കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത് പല ഷോപ്പുകളിലും ഒക്കെ പോകുമ്പോൾ ആളുകൾ വളരെ കെയർലെസ് ആയിട്ട് ഇടപഴകുന്നുണ്ട്. അത് അത്ര നല്ലതല്ല എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ സ്ട്രോങ് ആയിട്ട്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗമായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെൽത്ത് പ്രൊമോഷൻ ഒരു ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള മെസ്സേജസ് വളരെ സ്ട്രോങ് ആയിട്ട് റേഡിയോ വഴിയും അല്ലാത്ത ടെലിവിഷൻ വഴിയും ഒക്കെ
കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഒരു ഹെൽത്ത് പ്രൊമോഷൻ ഒരു എഫേർട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ അത്ര കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറി എന്നുള്ള ഒരു ബോധത്തിലേക്ക് പോകരുത്. തീർച്ചയായിട്ടും സൂക്ഷിക്കണം എന്നുള്ള മെസ്സേജ് ഇപ്പോഴും ശക്തമായിട്ട് മനുഷ്യരിൽ എത്തിയിട്ടില്ല, സാധാരണ ആളുകളിൽ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അസസ്മെന്റ് ആണ്. റൈറ്റ്. ഡോക്ടർ അശ്വതി, ഇതിനോട് പൂർണ്ണമായും ഡോക്ടർ വി രാമൻകുട്ടി ഇപ്പോൾ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുകയും നമ്മളുടെ ഈ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഒരു പ്രചാരണം അത് വളരെ ശക്തമാക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം കോവിഡിൻ്റെ ഓരോ ഘട്ടത്തിലും WHO അതുപോലെ തന്നെ ICMR ഒക്കെ ഈ പ്രോട്ടോകോൾ ചേഞ്ചുകൾ, വരുന്ന മാറ്റങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും മാസ്ക് വളരെ പ്രാധാന്യമുള്ളതായി മാറി. ആ മാസ്ക് ആ നിലയിൽ ഉറപ്പാക്കാൻ വേണ്ടി സർക്കാർ അതിനു വേണ്ടി വരുത്തിയിട്ടുള്ള നിയമവിധേയമാക്കിക്കൊണ്ട് വരുത്തിയിട്ടുള്ള നടപടികൾ അതൊക്കെ സൃഷ്ടിച്ച വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും. ആദ്യമൊക്കെ മാസ്കിനോടൊക്കെ ആളുകൾക്കുള്ള വിമുഖതയുണ്ട്. ഇപ്പോൾ നേരത്തെ അശ്വതി മാസ്ക് താടിയിൽ അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും മാസ്ക് എന്നത് ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗമായി അതിനെ ആ നിലയിൽ കാണാൻ ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറാകുന്നുമുണ്ട്. അതും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രോട്ടോക്കോളൊക്കെ കുറെ കൂടി മാറുകയും അത് കുറെ കൂടി ശക്തമാവുകയും ആ മാറ്റം ജനങ്ങളെ ഗൗരവത്തോടെ അറിയിക്കേണ്ടതുമായ ഒരു പൊതു പശ്ചാത്തലം അത് കൂടുതൽ ശക്തമാകുന്നു, അതുണ്ടാവണം എന്ന് കരുതുന്ന ഡോക്ടറാണോ? അതെ, തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ സാറൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ അത്രയും ഗൗരവത്തോടു കൂടിയാണ് സാറ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. സാറും മിനിസ്റ്ററും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് സെൽഫ് ക്വാറന്റൈൻ ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യുക എന്നൊരു അവസ്ഥയിലേക്ക് എത്തണം. ഇതിപ്പോ എനിക്ക് കോവിഡ് ഉണ്ടോന്ന് അറിയില്ല, വന്നിട്ടോ പോയിട്ടോ ഉണ്ടോ, എന്നാ ഞാൻ പുറത്തിറങ്ങട്ടെ, അതിന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും, അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം. ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പല ആൾക്കാരും എത്തി നിൽക്കുകയാണ്. പക്ഷേ എനിക്കുണ്ടോ അറിയില്ല, എന്നാലും ഞാൻ ഇറങ്ങുകയാണ്, വന്നു പോയോ എന്നറിയില്ല. ഇതൊക്കെ വെറും ഒരു എക്സ്ക്യൂസസ് മാത്രമാണ്. അത് അവർക്ക് മാത്രമല്ല, അവർക്ക് ഇൻ കേസ് വന്നാലും പോയാലും അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് വരുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് അവിടെ. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. അതുകൊണ്ട് മാസ്ക് വെക്കാം, അത് എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ വെക്കുന്നത് എന്നുള്ളൊരു ബോധം, ഒരു വിവേക ബുദ്ധി ഒരു മനുഷ്യന് എപ്പോ വരുന്നോ അപ്പൊ മാത്രമാണ് നമുക്ക് ഈ അസുഖത്തെ ഒക്കെ പിടിച്ചു കെട്ടി മുഴുവനായിട്ടല്ലെങ്കിൽ കൂടെ അതിന്റെ കൂടെ വളരെ നോർമൽ ആയ ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ സ്ട്രെയിൻ വന്നു. അപ്പൊ ഈ ഒരു സ്ട്രെയിൻ മാത്രമല്ല, ഇനിയും ഇതുപോലെ ഇപ്പോ ഫ്ലൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് മ്യൂട്ടേഷൻ വരുന്ന ഒരു വൈറസ് ആണ്. അതുപോലെ തന്നെ കോവിഡും ഇനിയും മ്യൂട്ടേറ്റ് ചെയ്യുക എന്നോ ഇതിലും കൂടുതൽ വലിയ സംഭവങ്ങൾ സ്ട്രെയിൻസ് വരിക എന്നോ ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതിനുള്ള വാക്സിൻസ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ മാർച്ചിലോ ഏപ്രിലോ ഉണ്ടായ ലോക്ക്ഡൌൺ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ എക്കണോമി ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും എല്ലാത്തിനും ഒരു താറുമാറാക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തണ്ട. നമ്മൾ അതായിട്ട് രമ്യപ്പെട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ സോപ്പ് ആൻഡ് ഹാൻഡ് വാഷ് എന്നുള്ളത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് രമ്യപ്പെട്ടിട്ട് തന്നെ അതിന്റെ കൂടെ ജീവിക്കാൻ പഠിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഈ ഒരു വർഷമായിട്ട് നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പാലിക്കുകയാണ്. അത് ഇനിയും അതിന്റെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു ഗ്രാവിറ്റി ചോർന്നു പോവാതെ നമ്മൾ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നവും നമുക്കൊരു പ്രത്യേകമായിട്ടൊരു പ്രശ്നമായിട്ട് വരുന്ന ഒരു അവസ്ഥയല്ല ഈ ഒരു അതിതീവ്ര കോവിഡ് എന്ന് പറയുന്നത്. പക്ഷെ വിവേകബുദ്ധിയോട് കൂടി ഞാൻ കാരണം എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അസുഖം വരാം, അതുകൂടി ഞാൻ പ്രിവെന്റ് ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വേണം. അത് ഈ അതിതീവ്ര കോവിഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് സാറ് പറഞ്ഞ പോലെ IEC ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഒരു അവബോധം ഉള്ളിൽ സൃഷ്ടിക്കാൻ കുറച്ചും കൂടി നമുക്ക് കഴിയും. ആ ഒരു പേടി കാരണം ഒന്നും കൂടി അടങ്ങിയിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, സെൽഫ് ക്വാറന്റൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത്രയും കാലം നമ്മൾ ഡിലേ ചെയ്ത പീക്ക് പോലെ നമുക്ക് ഇതിനെയും പിടിച്ചു കെട്ടി ഡിലേ ആക്കി വളരെ ചെറിയ രീതിയിൽ കുറച്ച് ആൾക്കാരെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാക്കി മാറ്റാം എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്യാൻ. ശരി. ഡോക്ടർ ഷെനോയ്, ഞാൻ സത്യത്തിൽ നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരുപക്ഷെ 2020 കഴിയുമ്പോൾ എല്ലാം അതോടുകൂടി എല്ലാം അവസാനിക്കും, 2021 എന്ന് പറയുന്ന കുറേ കൂടി സമാധാനപരമായ ഒരു കാലമായിരിക്കും എന്ന് പറയുമ്പോൾ ഡിസംബർ 29 നമ്മൾ സംസാരിക്കുമ്പോഴും രണ്ടാം ഘട്ടം എത്തിക്കഴിഞ്ഞു, കുറേ കൂടി കർക്കശമാവണം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതൊരു സൂചനയാണ് സത്യത്തിൽ അതൊരു വലിയ സൂചനയാണ്. 2021 പോകുമ്പോഴും കാര്യങ്ങളൊട്ടും വ്യത്യസ്തമല്ല, കുറേ കൂടി ശ്രദ്ധയോടെ തന്നെ ജീവിച്ചേ പറ്റൂ എന്നാണോ ഫലത്തിൽ ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപം? അതാണോ? അങ്ങനെ വന്നാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാക്സിൻ
അത് ഫലപ്രദമാകുമോ? അതിനും മാറ്റങ്ങൾ വേണ്ടി വരുമോ? നേരത്തെ ഡോക്ടർ രാമൻകുട്ടി അത്തരമൊരു സൂചന കൂടി പറഞ്ഞു. ഇപ്പോഴത്തെ വാക്സിൻ അതിനുശേഷം വരാൻ പോകുന്ന അതിൻ്റെ പുതിയ ലോട്ടെന്നൊക്കെ പറയുന്നത് ഇതിനനുസരിച്ച് മാറ്റങ്ങളെ കൂടി കരുതി വരേണ്ടതായി വരും. അപ്പോൾ നിലവിലെ വാക്സിൻ മതിയാകുമോ? 2021 എന്താകും? ഈ ജ്യോതിഷ പ്രവചനം പോലെയല്ല എൻ്റെ ചോദ്യമെങ്കിലും അങ്ങനൊരു ചോദ്യം ഡോക്ടർമാരോടും ചോദിക്കാമല്ലോ. അതെ, അപ്പോൾ ഈ വാക്സിന്റെ എഫിക്കസി എന്ന് പറയുന്നത് വാക്സിൻ എല്ലാ വാക്സിനും, അതായത് ഫൈസറിന്റെ ആണെങ്കിലും മോഡേണയുടെ എല്ലാം വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. എന്താ ഈ സ്പൈക്ക് പ്രോട്ടീൻ? മുള്ളു പോലുള്ള സാധനമാണ്. അത് നമ്മുടെ സെല്ലിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ സെല്ലിലോട്ട് അത് നമ്മുടെ കോശത്തിലേക്ക് അത് കടക്കുന്നു. അപ്പൊ ഈ ഫൈസറിന്റെയും മോഡേണയുടെയും വാക്സിൻ എല്ലാം തന്നെ ഈ സ്പൈക്ക് പ്രോട്ടീനെതിരെയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഈവൻ ഓക്സ്ഫോർഡിന്റെ വാക്സിൻ, നമ്മളിപ്പോൾ ആസ്ട്രാസെനക്കയുടെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വാക്സിൻ എല്ലാം തന്നെ ആന്റി സ്പൈക്ക് പ്രോട്ടീനുള്ള ആന്റിബോഡി ഉണ്ടാക്കിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ സ്പൈക്കിന്റെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ ഈ വാക്സിൻ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? ഇവർക്ക് പുതിയതായിട്ടുള്ള മ്യൂട്ടേഷൻ വന്ന വൈറസുമായിട്ട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ച, അതായത് 5 8 ദിവസത്തിനുള്ളിൽ ഫൈസറിന്റെയും മോഡേണയുടെയും ആ റിസൾട്ട് വെളിയിൽ വരും, ഓക്സ്ഫോർഡിന്റെയും വെളിയിൽ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അതിന്റെ എഫിക്കസി അഫക്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത്. എന്റെ ഒരു ബലമായ വിശ്വാസം എഫിക്കസി ചെറിയ രീതിയിൽ വ്യത്യാസം വരുന്നത് വലിയൊരു വ്യത്യാസം വരേണ്ട കാര്യമില്ല. കാരണം മ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും സ്റ്റിൽ ഈ വാക്സിൻസ് വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2021 പകുതിയോടുകൂടി, അതായത് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ഇന്ത്യയില് ഒരു ജൂലൈ മാസത്തോട് 30 കോടി ആളുകളെ വാക്സിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും പഴയ രീതിയിലേക്ക് ജീവിതം മടങ്ങി പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. കാരണം ജനങ്ങൾ സഫർ ചെയ്യുന്ന നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കാണുന്നതാണ്. 2021 നമ്മൾ പോകുമ്പോൾ പലപ്പോഴും പഴയ റെസ്ട്രിക്ഷൻസ് 2019 പോലെ ആയില്ലെങ്കിലും കുറച്ചെങ്കിലും റിലാക്സേഷൻസ് വരും. കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് നടക്കും, കുറച്ചുകൂടി ട്രാവലിംഗ് നടക്കും. ആളുകൾക്ക് ഇതിലെല്ലാം ട്രാവലിംഗ് നടക്കുക, ആഘോഷിക്കുക എന്നുള്ളതല്ല, ദൈനംദിന ജീവിതത്തിൽ മുടങ്ങിയ കുറെ ആളുകളുണ്ട്. ഹോട്ടൽസിലാണെങ്കിലും പല ഇവന്റ് മാനേജേഴ്സ് ആണെങ്കിലും അങ്ങനെ കുറെ ആളുകൾ സ്വന്തം ജീവിതം നടത്താൻ മുന്നോട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതം കുറച്ചെങ്കിലും പഴയ രീതിയിലേക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ അതിന് വേണമെങ്കിൽ വാക്സിൻ ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി വരാൻ സാധിക്കുന്നത്. അപ്പൊ വാക്സിന്റെ എഫിക്കസി അടുത്ത ഒരു 5 6 ദിവസത്തിനുള്ളിൽ ഫൈസറിന്റെയും മോഡേണയുടെയും ഇപ്പൊ നടക്കുന്ന കൾച്ചർ എക്സ്പീരിമെന്റ് അവരെന്താ ചെയ്യുന്നത്? ഈ വാക്സിൻ കൊണ്ടുണ്ടായ ആന്റിബോഡിയും പുതിയ വൈറസും തമ്മിൽ പ്രതിപ്രവർത്തനം നടത്തി കൾച്ചർ ചെയ്ത് നോക്കും ഈ വൈറസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഹിബിറ്റ് ചെയ്ത് ആ വൈറസിനെ കൊല്ലുന്നുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഈ വാക്സിൻ വർക്ക് ചെയ്യുമെന്ന് ഒരു പരിധിവരെ നമുക്ക് ഉറപ്പിക്കാം. അത് ആ ശുഭസൂചനയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകം കാത്തിരിക്കുന്നത്. അടുത്ത ന്യൂ ഇയറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ നല്ല ന്യൂസ് ഈ വാക്സിൻ വർക്ക് ചെയ്യുന്നുള്ളത് തന്നെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഡോക്ടർ ഷണോയുടെ ഇക്കാര്യത്തിലുള്ള ഒരു വലിയ പ്രതീക്ഷ. ഡോക്ടർ അഷീലിനെ സംബന്ധിച്ച് 2021 അദ്ദേഹം പറഞ്ഞ മാർച്ച് വരെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകും, മാർച്ചിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂണോടുകൂടിയൊക്കെ കാലം മാറി വന്നേക്കാം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണുന്ന ഒരു തെളിഞ്ഞു വരുന്നൊരു ചിത്രം. ഡോക്ടർ അഷീലിനെ സംബന്ധിച്ചോ? മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ പ്രചാരണം കുറെ കൂടി ശക്തമാക്കണം. കോവിഡിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ ആ പ്രചാരണത്തിൽ ഏറ്റവും ശക്തമായി നിന്നിട്ടാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ, ബ്രേക്ക് ദ ചെയിൻ, SMS, പിന്നീട് നമ്മളൊക്കെ വെച്ചിട്ടുള്ള ഇത്തരത്തിലേക്കുള്ള കൈകഴുകൽ സംവിധാനങ്ങളൊക്കെ അത് പിന്നീട് വലിയ കുഴപ്പം ചെയ്യുന്ന നിലയിലേക്ക് മാറുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഈ വരുന്ന മാസങ്ങളിൽ ശക്തമായി പുനഃസ്ഥാപിക്കേണ്ടി വരുമോ? അങ്ങനെ ആലോചനയുണ്ടോ? അതിനു വേണ്ടതൊക്കെ ചെയ്യാൻ ആലോചനയുണ്ടോ, പദ്ധതിയുണ്ടോ? നമ്മൾ നോക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഷണോയ് സാർ പറഞ്ഞ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ജൂൺ മാസത്തിനുള്ളിൽ വലിയ രീതിയിലൊരു പ്രതീക്ഷ നൽകുന്നത് അതൊരു വാക്സിൻ ഇപ്പോൾ 30 കോടി ആളുകൾക്കാണ് ജൂലൈ മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് മുമ്പായിട്ട് കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള വാക്സിനുകൾ നമുക്ക് ലഭ്യമാകും. കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ ഏകദേശം 50 മില്യൺ വാക്സിനുകൾ ഇപ്പം ആസ്ട്രാസെനിക്കയുടെ വാക്സിൻ, അതായത് ഇപ്പം നമ്മുടെ കോവിഷീൽഡ് എന്ന വാക്സിൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് അതിപ്പം അവിടെ സ്റ്റോക്ക് ഉണ്ട്. അത് നമുക്ക് ലഭ്യമാക്കാൻ വലിയ പണി ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു 30 കോടിയുള്ള വരെയുള്ള വാക്സിൻ്റെ ലഭ്യത വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൂടാതെ അതിൻ്റെ ട്രെയിനിങ് നടക്കുകയാണ്, വലിയ രീതിയിൽ അതിൻ്റെ ശൃംഖലകൾ സെറ്റ് ചെയ്ത് വരികയാണ് എല്ലാവരെയാണ്. അതിൻ്റെ ഡ്രൈ റൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 സംസ്ഥാനങ്ങൾ ഡ്രൈ റൺ നടന്നു. അപ്പോൾ പക്ഷേ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. എന്തുകൊണ്ട് കേരളം പ്രയോറിറ്റൈസ് ചെയ്യപ്പെടേണ്ട കാര്യമുണ്ട്. 3-4 കാര്യങ്ങൾ കൊണ്ടാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി
രണ്ടാമത്തെ കാര്യം നമ്മുടെ വൾണറബിലിറ്റി. UK-ലെ ഡയബറ്റീസിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 6%. നമുക്കത് അഡൽട്ട്സിലാണെങ്കിൽ 19% നമ്മുടെ ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പല കാര്യങ്ങളും ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വയോജനങ്ങളുടെ പ്രൊപ്പോർഷൻ കൂടിയൊരു സംസ്ഥാനമാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടിയ സംസ്ഥാനമാണ്. ഇതൊന്നുമല്ലാതെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എപ്പിഡമിയോളജിക്കലി നമ്മളാണ് ഇപ്പോൾ കേസുകളുടെ കാര്യത്തിൽ, ആക്റ്റീവ് കേസുകളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പീക്ക് അവസാനമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പീക്ക് ഡിലേ ചെയ്യിച്ചതിൻ്റെ ശരിയായ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മുടെ വാക്സിൻ ഇപ്പോൾ നമുക്ക് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് കിട്ടണം. കാരണം പല സംസ്ഥാനങ്ങൾക്കകത്തും കേസുകൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാക്സിൻ കിട്ടുന്നതും ഇപ്പോൾ കേസുകൾ നമ്മളിപ്പം നമ്മുടെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്ന സമയത്ത് കേസുകൾ കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ഉച്ചസ്ഥായുടെ ജസ്റ്റ് നമ്മൾ ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ കിട്ടുന്ന നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എപ്പിഡമിയോളജിക്കലി സ്പീക്കിംഗ് ഏറ്റവും ഗുണമുണ്ടാവുക കേരളത്തിൽ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുമ്പോഴാണ്. അവിടെയാണ് നമുക്ക് വാക്സിൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ IEC ക്യാമ്പയിൻ ബഹുമാനപ്പെട്ട രാമൻകുട്ടി സാർ ഇവിടെ പറഞ്ഞല്ലോ, എൻ്റെ അധ്യാപകൻ കൂടിയാണ് രാമൻകുട്ടി സാർ. അപ്പം സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ IECയുടെ നമ്മളെ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിനകത്ത് മാധ്യമങ്ങൾ ഇതിൻ്റെ അകത്ത് വഹിച്ചൊരു പങ്കുണ്ട്. അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറേ റോളുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളിൽ എത്ര കാലം ഇത് വളരെ ലൈവായിട്ട് നിൽക്കുന്നുവോ അത് നമ്മുടെ സമൂഹത്തിൽ റിഫ്ലക്റ്റഡ് ആണ്. മാധ്യമങ്ങൾ എന്ന് ഈ മാസ്ക് ഇല്ലാതെയും ആളുകൾ കൂട്ടം കൂടി നിന്ന് ഉള്ളൊരു ഈ പ്രശ്നം തീർന്നു വന്നിട്ട് ഈ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ റോളുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത, അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വാക്സിനുകൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ ആൻറ്റി വാക്സിൻ ക്യാമ്പയിന് വരും. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്താണ് പന്നിയുടെ കൊഴുപ്പുള്ളതാണ് ഇതും വാക്സിൻ ആയതുകൊണ്ട് തന്നെ ചില സംഘടനകൾ, ചില മതസംഘടനകൾ വാക്സിനുകൾ വേണ്ട എന്ന രീതിയിൽ പറഞ്ഞോളൂ. അതിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്നുള്ള ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്നും ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇതിനെ വാക്സിനുകൾ എതിർത്താൽ ഇവിടെ പ്രസക്തിയുണ്ട്. ഇവിടെ വാക്സിൻ എതിർക്കുന്നവർക്ക് മാധ്യമങ്ങളിൽ സ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ക്യാമ്പയിൻ നടത്താൻ സാധ്യതയുണ്ട്. ഞാൻ ഇത് കേൾക്കുന്നവരോട് മാത്രം, അതായത് ഡോക്ടർ അഷീൽ പറയുന്നത് അത്തരം ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് ആ വാദഗതിക്കാരെ വിളിച്ച് ക്ഷണിച്ചിരുത്തുന്നത് ദയവായി മാധ്യമങ്ങൾ ചെയ്യരുത്. ഒന്നാമത് അത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഇത്രത്തോളം അടിസ്ഥാനരഹിതമാണ്. ഇപ്പൊ ഈ ഇത് പറഞ്ഞുകൊണ്ട് പറയാം, ആൾ കേൾക്കുമ്പോൾ പന്നിക്കൊഴുപ്പിന്റെ കാര്യം പറയുന്ന പറഞ്ഞാൽ ഒന്നാമത് അത് പറയുന്നത് ചൈനീസ് വാക്സിനെ സംബന്ധിച്ച വിഷയമാണ്. ചൈനീസ് വാക്സിൻ കൊടുക്കുന്ന ഇപ്പോൾ ഇന്തോനേഷ്യയിലും UAE-യിലൊക്കെ കൊടുക്കുന്ന ഇന്ത്യയിൽ അത് കൊടുക്കുന്നില്ല. അതുകൂടാതെ ആ സാധനം ഫൈസർ വാക്സിനിലോ മൊഡേണ വാക്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ കോവിഷീൽഡ് വാക്സിൻ, ഓക്സ്ഫോർഡ് വാക്സിൻ്റെ അകത്തോ സ്പുട്നിക് വാക്സിൻ്റെ അകത്തോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇത് പോർക്ക് ജലാറ്റിൻ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മാവിനെ, വേറൊരു ഉദാഹരണമുണ്ട് പക്ഷെ അത് കുറച്ച് ഒരു മാവിൻ്റെ താഴെ നമ്മളിപ്പോൾ ചാണക വളമോ എന്തെങ്കിലും വളം ഇടാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കോഴിക്കാഷ്ടോ എന്തെങ്കിലും വളമായിട്ട് അതിൻ്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉണ്ടാവുന്ന മാങ്ങയും ഈ കോഴിക്കാഷ്ടവും അല്ലെങ്കിൽ ചാണകവളവും തമ്മിലുള്ള ബന്ധമില്ലേ, ആ മാങ്ങയും തമ്മിലുള്ള ബന്ധമാണ് ഈ ആക്ച്വലി ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സാധനം. അതായത് ഈ പോർക്ക് ഫാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോർക്ക് ജലാറ്റിനും പോർക്കും തമ്മിലുള്ള ബന്ധം ഈ പറഞ്ഞ ചാണകവളവും അല്ലെങ്കിൽ കോഴിക്കാഷ്ട വളവും ഈ മാങ്ങയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അത് അത്രത്തോളം ഇതാണെന്നുള്ളത് ഏതോ സമയത്ത് ഉപയോഗിച്ച റോ മെറ്റീരിയൽ മാത്രമാണ് അത്. ഇവിടെ UAE-യിലെ ഫത്വ കൗൺസിൽ പറഞ്ഞു അത് കൊടുക്കാം, അവിടെ കൊടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം UAE-യിൽ ഉപയോഗിക്കുന്നത് ഇത് വാക്സിന് പല ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന സംവിധാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മൂലക്കുന്നൊരു അപശബ്ദം വന്നപ്പം അത് മാധ്യമങ്ങൾ അത് വല്ലാതെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവുന്ന വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. നമ്മൾ ശാസ്ത്രത്തിന് അവലംബിക്കുക. ഇവിടെയുള്ള അറ്റ്ലീസ്റ്റ് ഇത്ര ശാസ്ത്ര ലോകത്തെ വിശ്വസിക്കുക. ഒന്നുമില്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരല്ലേ ആദ്യം എടുക്കുന്നത്. നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ശരീരത്തിൽ എടുക്കില്ലല്ലോ. ഉറപ്പാണ് ഇപ്പോൾ ഒരു വാക്സിൻ ഉണ്ടെങ്കിൽ, ഒരു വാക്സിൻ ഇവിടെ ഉണ്ടെങ്കിൽ ഷണോയേട്ടൻ എന്നെക്കാൾ സീനിയർ ആയതുകൊണ്ട് ഞാൻ ഷണോയേട്ടന് വിട്ടുകൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എടുക്കാൻ ഞാൻ തയ്യാറാവുക. എനിക്ക് ഉറപ്പാണ് എല്ലാവരും ഈ പാനലിൽ എല്ലാവരും അതാണ് ചെയ്യുക. പക്ഷേ നമുക്ക് വാക്സിൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വാക്സിൻ വന്നാൽ എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ഒരു സ്ഥലത്ത് ആരംഭിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ട്. അതിന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ ഇതുണ്ടാക്കുക, ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടാക്കുക. ഒരു കാര്യം, ഒരു വാക്സിൻ നമ്മൾ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇവിടത്തെയോ മാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തൊട്ടാകെ ഒരാൾ വന്നിട്ട് ബോധം കെട്ടും. അപ്പോൾ വാക്സിൻ എടുത്തിട്ട് ബോധം കെട്ടും. നമ്മൾ സ്ഥിരം പറയുന്നൊരു സാധനം എടുത്ത് മനസ്സിലൊന്നുകൂടെ, പോളിയോ വാക്സിന് എല്ലാ ദിവസവും കുട്ടികൾ ഇപ്പം തടഞ്ഞു വീഴുന്നുണ്ടാവും, ബോധം കെടുന്നുണ്ടാവും, പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും. കുട്ടികൾക്ക് എന്തായാലും ഒരു നാട്ടിലൊരു ദിവസം ഉണ്ടാവില്ലേ, പോളിയോ വാക്സിനേഷൻ ദിവസം ഏതെങ്കിലും കുട്ടി തടഞ്ഞു വീണ അത് പോളിയോ വാക്സിൻ്റെ പേരിലിരിക്കും. അതുകൊണ്ട് അന്ന് നമ്മളെല്ലാവരും വളരെ ജാഗരൂകരായിരിക്കുക. അങ്ങനെയാണ് ഒരു സംവിധാനം ഉണ്ട്. അതിനാണ് നമ്മൾ അഡ്വേഴ്സ് ഇവൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കം ആരോഗ്യ വകുപ്പ്, നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിക്കേണ്ടായി, മുന്നൊരുക്കം ആരോഗ്യ വകുപ്പ് ഈ വാക്സിനേഷന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ സഹകരിക്കുക, ഇതോട് ഒപ്പം സഹകരിക്കുക. അതോട് പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുക. ഇനി 3-4 മാസം, ഇപ്പം പറഞ്ഞാൽ അടുത്ത വർഷത്തെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ
ഇപ്പം ലോകത്തെല്ലായിടത്തും ന്യൂ ഇയർ ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം. അത് അടിച്ചു പൊളിക്കണമെങ്കിൽ, ശക്തമായിട്ട് അടിച്ചു പൊളിക്കണമെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമല്ല. ആരോഗ്യ പ്രവർത്തകർ കൂടെ അവരൊരു 10 മാസം വർക്ക് ചെയ്യല്ലേ, എല്ലാവരും ഒന്ന് സഹകരിക്കുക. കുറച്ച് കാലം കൂടി ഒരു 2-3 മാസം കൂടി സഹകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടം കൂടുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ, മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ, കൈകൾ ശുചീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നേരിടാൻ തന്നെ സാധിക്കും. അതായത് ന്യൂ ഇയർ പോട്ടെ, ഓണം നമുക്ക് അടിച്ചു പൊളിക്കാൻ തന്നെ, വിഷുവിനെ അടിച്ചു പൊളിക്കാം. ഇതാണ് ഡോക്ടർ അഷീൽ നമ്മൾക്ക് മുമ്പിൽ വെക്കുന്ന ഒരു പ്രലോഭനം. അതാണ് ഏതായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും പറയാൻ തോന്നുന്നത്. ഡോക്ടർ വി രാമൻകുട്ടി, ഇതിലൊരു പ്രധാന കാര്യം വാക്സിനേഷനും കേരളീയ സമൂഹവും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. കേരളത്തിൻ്റെ ഒരു പൊതുജനാരോഗ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുമ്പോൾ വളരെ വളരെ കൺസേൺ ഉള്ള, വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമല്ലേ അത്. നേരത്തെ മന്ത്രി തന്നെ സൂചിപ്പിച്ചു, ഈ വാക്സിൻ അത് കേരളത്തിന് അതിലൊരു പ്രയോറിറ്റിയിൽ തന്നെ കിട്ടേണ്ടതുണ്ട്, അതിൻ്റെ കാരണങ്ങൾ ഇതാണ് എന്ന് മന്ത്രി പറഞ്ഞു. അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ അഷീൽ പറഞ്ഞ നമ്മുടെ മുമ്പിലുണ്ട്. വാക്സിനേഷനെ കുറിച്ചുള്ള കേരളീയ സമൂഹത്തിൻ്റെ സമീപനത്തിൽ ഉണ്ടാകാവുന്ന ചില ആശങ്കകൾ അഷീൽ പങ്കുവച്ചതിനോട് എന്തു പറയുന്നു ഡോക്ടർ രാമൻകുട്ടി? ബഹുമാനപ്പെട്ട മന്ത്രിയും ഡോക്ടർ അഷീലും പറഞ്ഞ വളരെ ശരിയാണ്. നമുക്ക് വളരെ ഹൈ പ്രയോറിറ്റി തരേണ്ടതാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെയും നമ്മുടെ എൽഡർലി പോപ്പുലേഷന്റെ പെർസെൻറ്റേജും എല്ലാം വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഡയബറ്റീസ്, ഹൃദ്രോഗം മുതലായ രോഗങ്ങളുടെ ഒരു പ്രാചുര്യം എല്ലാം കൂടി കണക്കാക്കുമ്പോൾ കേരളത്തിന് ഒരു ഹൈ പ്രയോറിറ്റി നൽകേണ്ടതാണ്. പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമാണ്. അതേ സമയത്ത് ഈ വാക്സിൻ വിരുദ്ധത അല്ലെങ്കിൽ വാക്സിൻ വിരുദ്ധ പ്രചരണങ്ങൾ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ, ആരോഗ്യ സർവീസിലുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ പ്രവർത്തനം കാരണം അത് ഒരുപാട് ഒരു വലിയ പരിധി വരെ നമുക്കത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു ബാക്ക്ലാഷ് ഇപ്പോഴും വരാം, അത് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം പല കാരണങ്ങളാരും, രാഷ്ട്രീയ കാരണങ്ങളാരും, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇഗ്നറൻസ് കൊണ്ട്, അതായത് അജ്ഞത കൊണ്ട് തന്നെ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ എതിർക്കുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ചില അജണ്ട കാരണമാണ്. വേറെ ചിലര് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ കയ്യിൽ വേണം. അത് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്. കാരണം വാക്സിൻ വിരുദ്ധത ലോകത്ത് എല്ലായിടത്തുമുള്ള ഒരു പ്രതിഭാസമാണ്. കേരളത്തിലും അതുണ്ട്. ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് കരുതിയിരിക്കണം. വാക്സിൻ വരുമ്പോൾ അതിനെതിരായിട്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇവരിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പന്നി എന്താ പറയണ്ടേ, പോർക്കിന്റെ അംശങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോ ബീഫിന്റെ അംശങ്ങളുണ്ടോ, പലതരത്തിലുള്ള പ്രചരണങ്ങൾ വരും. ഇതൊന്നും അത്ര ശരിയല്ല. കാരണം അത് വാക്സിന്റെ ഒരു, പ്രത്യേകിച്ച് പല വാക്സിനുകളിൽ ഇതൊന്നും ഇല്ല. ചില വാക്സിനുകളിൽ കണ്ടേക്കാം, ചൈനീസ് വാക്സിനിൽ കണ്ടേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ വളരെ വിദൂരമായ ഒരു ബന്ധം മാത്രമാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് തോന്നുന്നത് ഈ മത പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഇതിനെക്കുറിച്ച് ശരിയായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിനെതിരായിട്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്കെതിരായിട്ട് മുമ്പോട്ട് വരേണ്ടതാണ്. അല്ലാതെ തന്നെ അല്ലാത്തവർക്കും തീർച്ചയായിട്ടും ഇതിലൊരു അർത്ഥവുമില്ല എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങളോട് പറയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഹൈ പ്രയോറിറ്റി ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഡോക്ടർ അശ്വതി, ഇപ്പോൾ ഈ സംസാരിച്ച പോലെ വാക്സിനേഷൻ്റെ കാര്യത്തിൽ അതും ഇതും പറഞ്ഞു നിൽക്കാതെ, ഈ കുത്തിത്തിരിപ്പും മറ്റു പ്രചരണങ്ങളും ഒന്നുമില്ലാതെ കേരളം ഒറ്റ മനസ്സോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വാക്സിന് വേണ്ടി ഒരു നിലപാടെടുത്ത് തന്നെ പോകണം എന്ന ബോധ്യം ഒരു ഡോക്ടർ എന്ന നിലയിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ ആശങ്കകൾ തള്ളിക്കളയാവുന്നതല്ല കേരളത്തെ സംബന്ധിച്ച്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ രാമൻകുട്ടി സാറും അഷീൽ ഡോക്ടറും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ ഇപ്പൊ നമുക്കറിയാം. നമുക്ക് കുറച്ച് 2 കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ ഈ MR ക്യാമ്പയിൻ വന്നപ്പോൾ തന്നെ, MR വാക്സിനേഷൻ വന്നപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി ആ ഒരു വാക്സിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് പറയണ്ടായി. അപ്പൊ അതേപോലെ തന്നെ ഒരു പ്രശ്നം നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ വാക്സിൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒരു വാക്സിൻ വരിക എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിന് കൃത്യമായ പ്രോട്ടോകോൾ, എത്രയോ കാലമായി ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഓരോ വാക്സിൻ വന്നത് എന്ന്
വെറുതെ നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അതിലുണ്ട്. ഇനി അല്ല നമ്മുടെ കൂടെ തന്നെ അതിലും അവർക്ക് ധൈര്യം തരാൻ ആദ്യമായിട്ട് നമ്മൾ പറയും ഗിനിപ്പിക്കുകളെ പോലെ ആദ്യമായിട്ട് തന്നെ വാക്സിനേഷൻ എടുക്കുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്. പിന്നെ നമ്മളൊരു വാക്സിൻ എന്ന് വേണ്ട, നമ്മളൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയോ 2 കുട്ടിയോ ഒരു 10th എക്സാം നടക്കുമ്പോൾ തല കറങ്ങി വീഴുക എന്നുള്ളത് സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ്. അത് വിചാരിച്ചത് പരീക്ഷ കാരണമാണ് ഈ കുട്ടി പരീക്ഷയെ കുട്ടിയെ പേടിപ്പിച്ചു അല്ലെങ്കിൽ അത് കാരണം ഈ കുട്ടിയുടെ ജീവിതം പോയി എന്നുള്ള രീതിയിൽ പറയുന്നതിന് അർത്ഥമില്ല. അതൊരു സ്ട്രെസ്സിനെ ഫേസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ തന്നെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള എല്ലാ വാക്സിനേഷനും ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ വായിച്ച പ്രകാരമുള്ള ഒരു കോവിഡ് വാക്സിനേഷനും കാര്യങ്ങളും ഉള്ളത്. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെ അടുത്തേക്ക് ആദ്യം എടുക്കുക എന്ന് പറയുമ്പോൾ അവരെ പ്രയോറിറ്റൈസ് ചെയ്ത് വരുമ്പോൾ കേരളത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം ഇപ്പൊ എത്ര വാക്സിനേഷൻ വിരുദ്ധത നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും അവർക്കൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച്, ഇവരെ എടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുക എന്നുള്ള വിചാരിച്ചാലും ഏറ്റവും കൂടുതൽ പേര് എടുത്ത് ഏകദേശം 80 തൊട്ട് 90% ആൾക്കാരെ കേരളത്തിൽ എടുത്താൽ മാത്രമാണ്, ഒന്നിച്ചു നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അസുഖത്തിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. എത്ര കാലം അതെ നമ്മൾ എത്ര കാലം വീട്ടിലിരിക്കും, നമ്മളൊരു സെൽഫ് ക്വാറന്റൈൻ വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മളും എല്ലാവരും കഴിഞ്ഞ കൊല്ലം 2019 ഉണ്ടായിരുന്ന പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. വാക്സിൻ വന്ന് ഇത്രയധികം ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് പഴയ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതും കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഡോക്ടർ പത്മനാഭ ഷേണായി താങ്കളുടെ ഒരു അഭിപ്രായം ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ? അതുകൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാരണം നമുക്ക് കേരളത്തിൽ പ്രയോറിറ്റി കിട്ടാണ്ട് ഒരു കാരണം കൂടി ഞാൻ പറയാം. കേരളത്തിൽ ലേറ്റ് ആയിട്ട് പീക്ക് ചെയ്ത് നമ്മളെല്ലാം പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രയോറിറ്റി കിട്ടണം എന്നുള്ളത് ഞാൻ തന്നെ കഴിഞ്ഞത് പറയണ്ടായിരുന്നു. ഡെഫിനറ്റ് ആയിട്ട് കേരളത്തിന് പ്രയോറിറ്റി കിട്ടണം, അതൊരു സംശയവുമില്ല. കേരളം ജനസംഖ്യാനുപാതികമായിട്ട് കിട്ടിയാൽ പോരാ, അതിൽ കൂടുതൽ കിട്ടണം. ഈ കാരണം ഒരു കോടി വാക്സിൻ കിട്ടുമ്പോൾ 3 ലക്ഷം വാക്സിൻ കേരളത്തിൽ കിട്ടിയാൽ പോരാ, കേരളത്തിൽ അതിന്റെ ഒരു ഇരട്ടിയെങ്കിലും കിട്ടണം. കാരണം ഈ പറഞ്ഞ കാര്യം മാത്രമല്ല, കേരളത്തിൽ ഇപ്പൊ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി ഉള്ളത് കൊണ്ടും ഡെത്ത് പോസിറ്റിവിറ്റി ഏറ്റവും കൂടി നിൽക്കുന്നത് കൊണ്ടും നമുക്ക് കേരളത്തിൽ പ്രയോറിറ്റി കിട്ടണം എന്നുള്ളത് ഒരു സംശയവുമില്ല. മാത്രമല്ല വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി രോഗവ്യാപനം കുറയും എന്നുള്ളതിലും ഒരു പരിധിവരെ ഉറപ്പാണ്. ഈ സ്പൈക്ക് പ്രോട്ടീന്റെ വേരിയേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നത് അതിനുള്ള ഒരു എവിഡൻസ് എല്ലാം അടുത്ത ഒരാഴ്ചയിൽ 2 ആഴ്ചയിൽ കിട്ടും. അങ്ങനെ എഫക്റ്റീവ് ആയിട്ടൊരു വാക്സിൻ മാസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളെ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. അതിനുവേണ്ടി ഒത്തൊരുങ്ങി നമ്മൾ കേരളത്തിലെ സമൂഹം വളരെ ഇതുവരെ കോവിഡിനെ വളരെ നന്നായിട്ട് പ്രതിരോധിച്ച ഒരു സമൂഹമാണ്. ഒരു 90% ആളുകളെങ്കിലും ഇനി അടുത്ത ഒരു 3-4 മാസം കൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ഈ വാക്സിൻ എത്തുന്നവരെ വീണ്ടും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, വാക്സിൻ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരികയും ഈ കോവിഡിന്റെ അവസാനം, അത് ബിഗിനിങ് ഓഫ് ദ എൻഡ്, അവസാനത്തിന്റെ തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ആ നിലയിൽ നല്ല മാറ്റം, വലിയ ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്. ജനിതക മാറ്റം സംഭവിച്ചതുകൊണ്ട് ഈ കൊറോണ വൈറസിന്, കോവിഡ് രോഗത്തിന് വന്നിട്ടുള്ള മാറ്റം എന്ന വലിയ ആശങ്ക നിൽക്കുമ്പോൾ പോലും കേരളം നേടിയിട്ടുള്ള പ്രതിരോധത്തിൻ്റെ വലിയ സാധ്യതകളെ പിൻപറ്റി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഈ ചർച്ചയിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും നൽകിയത് എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കാം. വളരെയധികം നന്ദി ഡോക്ടർ വി രാമൻകുട്ടി, അതുപോലെ തന്നെ ഡോക്ടർ പത്മനാഭ ഷേണായി, ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഡോക്ടർ അശ്വതി സോമൻ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചർ സംസാരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.